മക്കളെ, നമ്മുടെ പരീക്ഷ തുടങ്ങിയായില്ലേ? ഓണപരീക്ഷ SLCയുടെ നമുക്കൊരു കഴിഞ്ഞ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാം. കാരണം എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അതിന് മുമ്പ് മിസ് ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ ആൻസർ ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചിട്ട്, നെറ്റിൽ കിട്ടും, വർഷം അടിച്ചു കൊടുത്താൽ ഓക്കെ, എടുത്തു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് എഴുതി നോക്കണം. കാരണം മലയാളം പരീക്ഷയ്ക്ക് എപ്പോഴും നിങ്ങളുടെ കംപ്ലൈൻ്റ് ആണ് സമയം തികഞ്ഞില്ല എന്ന്. സമയം തികഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് മക്കളെ? നമ്മൾ പ്രാക്ടീസ് ചെയ്യണം സമയം തികയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും സ്പീഡും ബ്രെയിൻ വർക്ക് ചെയ്യുന്ന രീതിയൊക്കെ യുണീക്കാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചിട്ട് ഒറ്റ സ്ട്രെച്ചിന് ഇരിക്കണം. അല്ലാണ്ട് 10 മിനിറ്റ് ഞാൻ എഴുതി, പിന്നെ ഞാനേ കാപ്പി കുടിക്കാൻ പോയി, പിന്നെ വന്നിട്ട് എഴുതി, അത് നടക്കില്ല. പരീക്ഷയ്ക്ക് എങ്ങനെയാണോ നിങ്ങൾ എഴുതുന്നത് അതുപോലെ ഒറ്റ സ്ട്രെച്ചിന് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഇരുന്നിട്ട് ഇതങ്ങ് എഴുതി തീർക്കണം, എഴുതി നോക്കണം. എന്നിട്ട് നോക്കണം എവിടെയാണ് എനിക്ക് പ്രശ്നം പറ്റുന്നതെന്ന്, എപ്പോഴാണ് എനിക്ക് ഏത് കാര്യത്തിൽ ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് എനിക്ക് നന്നായിട്ട് എഴുതി തീരാൻ പറ്റുന്നത്. ചിലർ ഈ അരമാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ 1 മണിക്കൂർ ആലോചിച്ചിരിക്കും. അപ്പോൾ നോക്കുക കേട്ടോ, എവിടെയാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. സമയം സെറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി നോക്കണം. ഓക്കെ മക്കളെ, നമുക്ക് കടക്കാം കേട്ടോ ക്വസ്റ്റ്യൻസിലേക്ക്. ആദ്യത്തേത് നോക്കൂ. 4 ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 മാർക്ക് വീതം. ഇങ്ങനത്തെ കുട്ടി കുട്ടി ക്വസ്റ്റ്യൻസിന് അധികം നേരം നിങ്ങൾ സമയം ചെലവഴിക്കരുത്. ഒറ്റ നോട്ടത്തിൽ ഉത്തരം കിട്ടിയില്ലെങ്കിൽ തൽക്കാലം സ്ഥലം വിട്ടിട്ട് എല്ലാം ആൻസർ ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് വരിക. സുഖങ്ങൾ വെറും ജാലം. സമാനാശയമുള്ള വരി ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് കണ്ടെത്തുക. സുഖങ്ങൾ വെറും ജാലം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എല്ലാ സുഖങ്ങളും ഒരുതരം മാജിക് ആണെന്ന്, മായാജാലമാണ്. എന്നുവെച്ചാൽ കുറച്ച് നേരത്തേക്കേ ഉണ്ടാവുള്ളൂ എന്ന്, അതല്ലേ അർത്ഥം ജാലം എന്ന് വെച്ചാൽ അല്ലേ? അല്ലാണ്ട് 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മാജിക്ക് നമുക്കില്ല. മാജിക്കൊക്കെ പെട്ടെന്ന് തീർന്നു പോകും. ആ അർത്ഥത്തിലുള്ള വരി ഏതാ വരുന്നത്? മർത്യജന്മം ക്ഷണഭങ്കുരം, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു, എത്രയും ചഞ്ചലം ആലയ സംഗമം. ഇതിലേതാണ്? സുഖങ്ങൾ എല്ലാം വെറും ജാലം. സുഖം എന്നർത്ഥം അവിടെ വരുന്നത് ഏതാ? ഭോഗം അല്ലേ? നമുക്ക് ലക്ഷ്മണ സാന്ത്വനത്തിൽ ഒരുപാട് തവണ മിസ് പറഞ്ഞു തന്നു, എല്ലാ സുഖങ്ങളും മിന്നലിൻ്റെ പ്രഭ പോലെ ക്ഷണികമാണ്, കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പം അതിനോട് ഒരേ അർത്ഥം വരുന്ന വരി ഏതാ? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം. കാരണം സുഖം എന്നുള്ള വാക്കാണ് ഭോഗം, ജാലം എന്നുള്ള വാക്ക് പോലത്തെ തന്നെ ഉള്ള വാക്കാണ് ക്ഷണപ്രഭാ ചഞ്ചലം, മിന്നലിൻ്റെ പോലെ ഇത്തിരി നേരത്തേക്കുള്ളതെന്ന്. അപ്പോൾ അത് കിട്ടിയാലോ? അടുത്തത് നോക്കാം കേട്ടോ. കാളിദാസൻ രചിച്ച നാടകം ഏത്? താഴെ പറയുന്നവയിൽ. മിസ്സേ പഠിച്ചിട്ടില്ല, അങ്ങനെ പറയരുത്. കാളിദാസന്റെ കവിപരിചയം നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. കാളിദാസൻ എഴുതിയ എല്ലാ കൃതികളും നിങ്ങൾ കാണാപ്പാഠം പഠിച്ച് വെക്കണം. അത് ഔട്ട് ഓഫ് സിലബസ് അല്ല, സിലബസിലുള്ളത് തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞുതരാം. മാളവികാഗ്നിമിത്രമാണ്. ഓക്കെ. അയാൾ എഴുന്നേറ്റു, യാത്രാനുവാദത്തിന് എന്നവണ്ണം തലകുനിച്ചു. യാത്രാനുവാദം എന്ന പദത്തിന്റെ വിഗ്രഹാർത്ഥം ഏതാ? സിമ്പിളാണ്. വിഗ്രഹമൊക്കെ നിങ്ങൾക്ക് പുല്ല് പോലെ കിട്ടും. യാത്രാനുവാദം യാത്രയ്ക്കുള്ള അനുവാദം. ഓക്കെ. അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിന് ചുറ്റും വിരിഞ്ഞു മുറുകി ശ്വാസം മുട്ടി എന്നുള്ളതിൻ്റെ അടിയിൽ വരച്ചിട്ടുണ്ട്. അതിൻ്റെ സവിശേഷ അർത്ഥം എന്താണ്? സവിശേഷ അർത്ഥം എന്ന് വെച്ചാൽ സാധാരണഗതിയിലുള്ളതിൽ നിന്നും ഉപരിയായിട്ടുള്ള അർത്ഥം. സാധാരണഗതിയിലുള്ള അർത്ഥം എന്താ? ശ്വാസം മുട്ടി എന്ന് വെച്ചാൽ ശ്വാസം മുട്ട് അല്ലേ? അവസാനം ഓക്സിജനൊക്കെ കൊടുക്കേണ്ടി വരും. ആ അർത്ഥത്തിലാണോ ഇവിടെ വെള്ളായപ്പന് വല്ല ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വന്നോ? അല്ല. പിന്നെ സവിശേഷാർത്ഥം എന്താണ്? ശ്വാസം മുട്ടി എന്ന് വെച്ചാൽ ദുഃഖം പെരുകി അല്ലെ? ആളുടെ ദുഃഖത്തിന്റെ തീവ്രത, അതാണ് സവിശേഷമായിട്ടുള്ള അർത്ഥം. ശ്വാസം മുട്ടുക എന്ന വാക്കിലൂടെ കഥാകൃത്ത് OV വിജയൻ എന്താ സൂചിപ്പിച്ചിരിക്കുന്നത്? വെള്ളായപ്പന്റെ ദുഃഖത്തിന്റെ തീവ്രതയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതാണ് സവിശേഷാർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കണ്ടോ, ഇത്ര സമയം എടുക്കാൻ പാടുള്ളൂ കേട്ടോ, പെട്ടെന്ന് വേണം. പൂരിതാപയോട് ഉഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. പനിനീർ പൂവിനോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ആരെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? നളിനിനെയാണ്. റോസാപ്പൂ പോലെ സുന്ദരിയായിരുന്നു നളിനി അല്ലേ? നളിനിയുടെ മുഖത്തെയാണ്. ഓക്കെ, നളിനിയുടെ മുഖം. ശരി. അപ്പൊ ഇതിന് ഒരു ക്വസ്റ്റ്യൻ 1 സെക്കൻഡേ നിങ്ങൾ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിട്ട് കളയുക. അതിന് ശേഷം എല്ലാം ആൻസർ ചെയ്തതിന് ശേഷം മാത്രം അതിലേക്ക് തിരിച്ചു വരിക. ആലോചിച്ചിരുന്ന സമയം കളയാൻ പാടില്ല കേട്ടോ മക്കളെ. ശരി, അടുത്തത് 2 വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 വാക്യത്തിൽ ഉത്തരം എന്നുള്ളതിന് 2 വാക്യം തന്നെ മതി, അല്ലാണ്ട് 5-6 പാരഗ്രാഫ് എഴുതി വെക്കരുത് കേട്ടോ. എങ്ങനെയാണ് നിങ്ങളുടെ മലയാളം പരീക്ഷയ്ക്ക് നിങ്ങൾ എപ്പോഴും സമയം വേസ്റ്റ് ചെയ്യുക? 2 മാർക്കിൻ്റെ ചോദ്യമാണ്. 2 വാക്യം 2 സെൻറ്റൻസേ വേണ്ടൂ. മേഡം എത്രയോ തവണ എനിക്ക് കാപ്പി തന്നിട്ടുണ്ട്, എന്നാൽ ഇത്രയും രുചി തോന്നിയിട്ടില്ല, വയററിയാതെ കഴിച്ചു പോകുന്നു. ഇങ്ങനെ പറയാനിടയായ സാഹചര്യം ഏതാണ്?
താഴത്തെ വീട്ടിൽ കുഞ്ഞിക്കുട്ടിയമ്മ സ്വന്തം കൈകൊണ്ട് കാപ്പിയും പലഹാരവും ഉണ്ടാക്കി സുധീറിന് കൊടുക്കുകയാണ്. ഇതിനു മുമ്പ് പ്രൗഢ വനിതയായിരുന്ന കാലത്ത് വിരുന്നു സൽക്കാരങ്ങളിലും അവർ കാപ്പി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഇത്ര രുചി തോന്നിയിരുന്നില്ല. കാരണം എന്താ? ഇന്ന് അവർ സ്നേഹത്തോടു കൂടി സ്വന്തം കൈകൊണ്ടാണ് വിളമ്പിക്കൊടുക്കുന്നത്. ഓക്കെ, മുൻപുള്ള സന്ദർഭത്തിൽ എങ്ങനെയായിരുന്നു? ഒരു വിരുന്ന് സൽക്കാരത്തിന്റെ ഭാഗമായിട്ട് യാന്ത്രികമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ കൊടുക്കുന്നത് സ്വന്തം കൈകൊണ്ട് സ്നേഹത്തോടെ. അതാണ് പോയിന്റ് കേട്ടാ. സ്വന്തം കൈകൊണ്ട് സ്നേഹത്തോടെ ആദ്യമായി കൊടുത്തപ്പോഴാണ് ഇത്രയ്ക്ക് രുചി തോന്നിയത്. മുൻപ് കൊടുത്തിട്ടുള്ളത് ഒരു വിരുന്ന് സൽക്കാരത്തിന്റെ ഭാഗമായി മാത്രമായിരുന്നു. 2 പോയിന്റ്. ഓക്കെ, അടുത്തത്. ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത്? പാറാവുകാരൻ പരുക്കനായി പറഞ്ഞു. പറവുകാരന്റെ മുഖം പൊടുന്നനെ കനിവിറ്റതായി. നാളെയാണല്ലേ, പറവുകാരൻ പറഞ്ഞു. പൊടുന്നനെ ഉണ്ടായ ഭാവമാറ്റത്തിന് കാരണം എന്ത്? എന്താ പെട്ടെന്ന് പാറാവുകാരന്റെ മുഖം അങ്ങ് മാറാനായിട്ട് കാരണം? ആദ്യം ദേഷ്യപ്പെട്ടു അല്ലെ, അസമയത്ത് വന്നതുകൊണ്ട്. ഇത്ര നേരത്തെയൊക്കെ എന്തിനാ ജയിലിലേക്ക് വന്നേ? പക്ഷെ പിന്നീടാണ് പാറാവുകാരന് മനസ്സിലായത് ഇദ്ദേഹത്തിന്റെ മകൻ നാളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണെന്ന് അല്ലേ. അപ്പോൾ മരിക്കാൻ പോകുന്ന ഒരു കുട്ടിയെ അവസാനമായി കാണാൻ വന്ന അച്ഛനാണ് വെള്ളായപ്പൻ എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് മുഖം പെട്ടെന്ന് കനിവുറ്റതായി മാറിയത്. സിമ്പിൾ അല്ലേ? യെസ്. അടുത്തത്. കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ. സച്ചിദാനന്ദൻ. ഭാഷ എന്ന പ്രയോഗത്തിന്റെ സൂചന. ഭാഷ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഹൃദയവും കൈമാറാനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിലാണ്. നമ്മുടെ സാധാരണ ലാംഗ്വേജ്, വാമൊഴി എന്നുള്ള അർത്ഥത്തിലല്ല. ഓക്കെ, അടുത്തത്. ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് അത്യന്തികം കുപിതനായ ലക്ഷ്മണനെ വത്സ, സൗമിത്ര, കുമാര എന്നൊക്കെ അഭിസംബോധന ചെയ്തു ശ്രീരാമൻ അല്ലേ. ഇതിന്റെ ഔചിത്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനാ ഇത്ര ഓമനിച്ചൊക്കെ വിളിക്കുന്നത്? നല്ല പൊത്ത് പോലെ വളർന്നതല്ലേ ലക്ഷ്മണൻ. അതിന് വത്സ, സൗമിത്ര, കുമാര എന്നൊക്കെ കൊഞ്ചിക്കേണ്ട കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കോപം കൊണ്ട് ആളിക്കത്തി നിൽക്കുകയായിരുന്നു ലക്ഷ്മണൻ. ഇത് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതേണ്ടതാണ് കേട്ടോ. 4 മാർക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വിശദമായിട്ട് എഴുതണം. അപ്പൊ ആദ്യം ലക്ഷ്മണ ആ സന്ദർഭം പറയണം കേട്ടോ. എന്താണ്? കോപം കൊണ്ട് ആളിക്കത്തി നിൽക്കുകയാണ്, ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ്. ഇങ്ങനെയുള്ള ലക്ഷ്മണനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കോപം കൊണ്ട് ആളിക്കത്തി നിൽക്കുന്ന ഒരാളെ സമാധാനിപ്പിക്കാൻ നമ്മൾ സാധാരണ സൈക്കോളജിയിൽ വരെ ആളെ കുറച്ചൊന്ന് ഓമനിച്ച് വിളിക്കും അല്ലേ, ഒന്ന് ശാന്തനാക്കാൻ വിളിക്കും. അങ്ങനെ ഒന്ന് ശാന്തനാക്കാൻ വേണ്ടിയിട്ടാണ് വത്സ എന്ന് വിളിക്കുന്നത് അല്ലേ. സൗമിത്ര, കുമാര എന്ന് വെച്ചാൽ സുമിത്രയുടെ മകനാണ് ലക്ഷ്മണൻ. അതുകൊണ്ടാണ് സൗമിത്ര എന്ന് വിളിക്കുന്നത്. സുമിത്ര വളരെ ശാന്തയും ദയയുള്ളതുമായ സ്ത്രീയാണ്. അപ്പോൾ ആ അമ്മയുടെ ഗുണങ്ങൾ നീയും കാണിക്കണം, നീ ഇത്ര കോപിക്കരുത് എന്നുകൂടിയാണ് സൗമിത്ര എന്നുള്ള വരികളിലൂടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. കുമാര എന്ന് വെച്ചാൽ നീ ചെറിയ കുട്ടിയാണ്, ഇത്രയധികം കോപിക്കാൻ പാടില്ല. അപ്പോൾ ഓരോ സംബോധനയിലും ലക്ഷ്മണനുള്ള താക്കീതുണ്ട്. നീ നിന്റെ അമ്മയുടെ ഗുണങ്ങൾ പാലിക്കണം, നീ ഒരു ചെറിയ കുട്ടിയാണ്, നീ എൻ്റെ പുത്രനാണ് അല്ലെ, വത്സലമായിട്ടുള്ള അനിയനാണ്, അതുകൊണ്ട് നീ ഈ ഗുണങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കണം, ഇങ്ങനെ കോപിക്കാൻ പാടില്ല എന്നുള്ളൊരു താക്കീതുണ്ട്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ചേർത്തിട്ട് ഇതും ഈ പോയിന്റ്സും കൂടി എഴുതുക. ഇൻട്രൊഡക്ഷൻ എല്ലാത്തിനും കോമൺ ആയിട്ട് ഒരെണ്ണം പഠിച്ചു വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിനെ കുറിച്ച് പറയുക. ഓക്കെ, അടുത്തത്. വിശ്വമഹാകവിയായ ഗോയിതെ പറഞ്ഞതുപോലെ ആണ്ടുപിറപ്പിലെ പൂക്കളും ആണ്ടറുതിയിലെ പഴങ്ങളും ആത്മാവിനെ മോഹിപ്പിക്കുകയും ആവേശം കൊള്ളിപ്പിക്കുകയും തൃപ്തിപ്പെടുത്തുകയും പുഷ്ടിപ്പെടുത്തുകയും ചെയ്യുന്നതെന്തും ഭൂമിയും സ്വർഗവും ഒറ്റവാക്കിലടക്കണമോ? ഞാൻ പറയാം ശാകുന്തളം. അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. ശാകുന്തളത്തിന്റെ എന്തെല്ലാം സവിശേഷതകളാണ് ലേഖകനെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്? മക്കളെ, ഞാൻ നിങ്ങളോടൊരു സൂത്രവിദ്യ പറഞ്ഞു തരട്ടെ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ വലിയ പാരഗ്രാഫൊക്കെ ആയിട്ട് ചോദ്യം വരും. ചിലത് വായിക്കുമ്പോൾ ഇതെന്താണ്, ഞങ്ങൾക്ക് പഠിക്കാനില്ലല്ലോ, ഗോയിതയോ, ഇതൊക്കെ ആരാണെന്ന് ചോദിച്ചിട്ട് മക്കളുടെ നെഞ്ച് പടക്കൊന്നും വേണ്ട. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കുക. മനസ്സിലായോ? ശാകുന്തളത്തിന്റെ എന്തെല്ലാം സവിശേഷതകളാണ് ലേഖകനെ ഇങ്ങനെ എഴുതാൻ പ്രേരിപ്പിച്ചത്? ലേഖകൻ എന്തെങ്കിലുമൊക്കെ എഴുതിക്കോട്ടെ, ശാകുന്തളത്തിന്റെ സവിശേഷതകൾ എന്താന്നുള്ളത് ചോദ്യം. മനസ്സിലായോ? നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലോ ശാകുന്തളം. ആ ശാകുന്തളത്തിന്റെ സവിശേഷതകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിന് മുമ്പുള്ളതൊക്കെ നിങ്ങളുടെ കുഞ്ഞു ബുദ്ധിയെ കുഴക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ വലിയ ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് പോലത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വായിച്ചു തുടങ്ങുമ്പോൾ കാര്യമായിട്ടൊന്നും കത്തണില്ലെങ്കിൽ മക്കളെ ആ ഭാഗം വിട്ടിട്ട് അവസാനമുള്ള ഭാഗം വായിച്ചു നോക്കൂ. അവസാനത്തെ ചോദ്യത്തിലുണ്ടാവും, അവസാനത്തെ 1-2 വരിയിലുണ്ടാവും എന്താ കാര്യം എന്നുള്ളത്. അതങ്ങ് എഴുതി വെച്ചേക്കാട്ടോ. ഗോയിതെ പലതും പറഞ്ഞു മിസ്സേ, ഗോയിതെ പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല, പിന്നെ ഇങ്ങനെ ഉത്തരം എഴുതാന്ന് ചോദിക്കരുത്. നിങ്ങൾ അതെല്ലാം വിട്ടേക്കുക. ചോദ്യം എന്താ? ശാകുന്തളത്തിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട് അതങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. ശാകുന്തളത്തിന്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താ, ഇന്ത്യയിലെ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്ന കാളിദാസൻ രചിച്ച
കൃതിയാണ് ശാകുന്തളം. അല്ലേ? ആ റെക്കോർഡഡ് വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതൊക്കെ കാണാണ്ട് ആദ്യമായിട്ട് മിസ്സേ ഞാൻ ക്ലാസ്സിൽ ടെക്സ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, മിസ്സിൻ്റെ റെക്കോർഡഡ് വീഡിയോ കണ്ടിട്ടില്ല, ഞാനിപ്പോൾ ഈ ക്ലാസ് കേൾക്കും, ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും എഴുതണം എന്ന് അങ്ങനെ വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. ഓക്കെ, കാളിദാസനാണ് രചിച്ചത്. കാളിദാസൻ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ഷേക്സ്പിയർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് അഭിജ്ഞാന ശാകുന്തളം. ശാകുന്തളത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ലോകത്തുള്ള എല്ലാ സാഹിത്യകൃതികളെയും കവച്ചു വെക്കുന്ന രീതിയിലുള്ള അത്രയ്ക്ക് ഉജ്ജ്വലമായ ഒരു സാഹിത്യകൃതിയാണ് ശാകുന്തളം. അഭിജ്ഞാന ശാകുന്തളം. ഇങ്ങനെ നിങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു നല്ല ഇൻട്രൊഡക്ഷൻ എഴുതിയിരിക്കണം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ മസ്റ്റ് ആണ് കേട്ടോ 4 മാർക്കിൻ്റെ ചോദ്യത്തിന്. അതിനുശേഷം നിങ്ങൾ ശാകുന്തളത്തിൻ്റെ കഥ ചെറുതാക്കി ഒന്ന് പറഞ്ഞേക്കുക. അറിയാലോ എന്താണെന്നല്ലേ? മുദ്രമോതിരത്തിൻ്റെ കഥയും എല്ലാം അറിയാം. എന്നിട്ട് പറയാ, ഒരു കൃതിക്ക് വേണ്ട ഒരു നാടകത്തിന് വേണ്ട എല്ലാ സവിശേഷതകളും ഇതിലുണ്ട്. എന്തൊക്കെയാണ് സവിശേഷതകൾ? വളരെ നാടകീയമായ സന്ദർഭങ്ങളുണ്ട് അല്ലേ? ശകുന്തളയും ദുഷ്യന്തനും പിരിഞ്ഞു പോകുന്നതും അവർ കണ്ടുമുട്ടുന്ന ആ സന്ദർഭത്തിലെ നാടകീയതയും ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അതൊക്കെ വിശദീകരിച്ച് കഥ അങ്ങ് എഴുതിയേക്കുക കേട്ടോ. ഇതെല്ലാം ഇതിലുണ്ട്. കഥാപാത്രങ്ങൾ, സർവഗുണ സമ്പന്നരായ കഥാപാത്രങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാം ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഗോയിതെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഉത്തരത്തിൻ്റെ വലിപ്പം നിങ്ങൾക്ക് പോരാന്ന് തോന്നുകയാണെങ്കിൽ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യത്തിൻ്റെ കാര്യങ്ങളുണ്ടല്ലോ, വിശ്വമഹാകവിയായ ഗോയിതെ പറഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ എഴുതി വെച്ചോളുക. ഓക്കെ, അപ്പോൾ കഥ അറിയാലോ അല്ലേ? ശാകുന്തളത്തിൻ്റെ ആ ടെക്സ്റ്റിലത്തെ ഭാഗങ്ങളൊക്കെ അറിയാലോ. അതൊക്കെ ഒന്ന് നീട്ടിപ്പരത്തി എഴുതി വെച്ചേക്കുക. കാരണം ഇത് വലിയ സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ്റെ അത്രയ്ക്ക് സ്റ്റാൻഡേർഡിൽ നിങ്ങൾ 10ാം ക്ലാസ് വരെ എഴുതുന്ന ക്വസ്റ്റ്യൻ നോക്കുന്ന ഒരു ടീച്ചറും പ്രതീക്ഷിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ നിലവാരം അനുസരിച്ച് മാത്രം എഴുതിയാൽ മതി. മനോഹരമായൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇന്ത്യയിലെ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ശാകുന്തളം. ഈ ശാകുന്തളം ഇന്ന് ലോകത്തുള്ള എല്ലാ കൃതികളെക്കാളും മേലെ നിൽക്കുന്നു. ഇതാണ് ഇൻട്രൊഡക്ഷൻ. അത് കഴിഞ്ഞാൽ ശാകുന്തളത്തിൻ്റെ കഥ ചെറുതാക്കി ഒരു 4 വരി 5 വരിയിൽ എഴുതി വയ്ക്കുക. അടുത്തതായിട്ട് ഇതിൽ എല്ലാം ഉണ്ട്. എല്ലാ നാടകീയ സന്ദർഭങ്ങളുണ്ട്. കഥാപാത്രങ്ങൾ മികച്ചവരാണ്. ഭാഷ വളരെ കുറ്റമറ്റതാണ്, തെളിവുള്ളതാണെന്നൊക്കെ എഴുതി വയ്ക്കുക. മാർക്ക് കിട്ടും. ഓക്കെ, അടുത്തത് ദിവാകരനും നളിനിയും ദീർഘകാലത്തെ വേർപാടിനു ശേഷം കണ്ടുമുട്ടുന്ന അവരുടെ കൂടിക്കാഴ്ച പ്രിയദർശനമായിരുന്നോ? കാവ്യഭാഗം വിലയിരുത്തുക. ആയിരുന്നു അല്ലേ? കാരണം നളിനിയുടെ കുട്ടിക്കാലം മുതൽക്കേ ഉള്ള പ്രണയമാണ് ദിവാകരൻ നളിനിയെ ഉപേക്ഷിച്ച് എന്ന് പറയാൻ പറ്റില്ല, സന്യാസത്തിന് വേണ്ടി നാട് വിട്ടു പോയതിനു ശേഷം ഹിമാലയത്തിലാണ് താമസം. നളിനിയോ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദിവാകരനെ പിരിഞ്ഞിരിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കി ഹിമവൽ സാനുക്കളിലേക്ക് അല്ലെങ്കിൽ ഹിമാലയത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ വെച്ച് ആത്മഹത്യക്ക് തുനിഞ്ഞ നളിനിയെ ഒരു സന്യാസി രക്ഷപ്പെടുത്തുന്നു. ആ തപോവനത്തിൽ, ആശ്രമത്തിൽ അങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏറെ നാൾക്ക് ശേഷമാണ് നളിനി ദിവാകരനെ കണ്ടുമുട്ടുന്നത്. കാത്തിരുന്ന പ്രിയനെ കണ്ടുമുട്ടിയ ആ നിമിഷം നളിനിക്ക് പ്രിയദർശനം തന്നെയായിരുന്നു. പ്രിയദർശനം എന്നാൽ പ്രിയന്റെ ദർശനം എന്നും എടുക്കാം, പ്രിയമായ ദർശനം എന്നും എടുക്കാം. നളിനിയെ സംബന്ധിച്ചത് രണ്ടുമായിരുന്നു. പ്രിയനായ ദിവാകരനെ കണ്ടു, ആ ദർശനം പ്രിയമായ ദർശനം തന്നെയായിരുന്നു നളിനിക്ക്. ദിവാകരന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നളിനിക്ക് എന്തായാലും അത് പ്രിയദർശനമായിരുന്നു. ഓക്കെ, അടുത്തത് ക്രോധം പരിത്യജിക്കേണം ബുധജനം. ശ്രീരാമന്റെ ഉപദേശം എല്ലാ കാലത്തും പ്രസക്തമാണ്. സമർത്ഥിക്കുക. ഇന്ന് ആദ്യം എഴുതാൻ നിങ്ങൾ എന്താണ്? ഇന്നത്തെ കാലത്ത് നമുക്ക് പത്രമെടുത്ത് നിവർത്തിയാൽ കാണപ്പെടുന്ന വാർത്തകൾ എന്താണ്? അച്ഛൻ അമ്മയെ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു, അച്ഛൻ മകനെ വെട്ടിക്കൊന്നു അല്ലേ? ഇത്തരത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന കഥയാണ് നമ്മളെപ്പോഴും പത്രങ്ങളിൽ വായിക്കുന്നത്. അത്രയേറെ കോപം സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകളെ കൊണ്ട് വലയുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. കോപമാണ് നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ പ്രധാന പ്രശ്നങ്ങൾക്ക് കാരണം. ആ കാലത്ത് ക്രോധം പരിത്യജിക്കണം ബുദ്ധജനം, നല്ല മനുഷ്യർ ദേഷ്യം ഉപേക്ഷിക്കണമെന്ന ശ്രീരാമന്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് എന്ന് ആദ്യത്തെ പാരഗ്രാഫ് എഴുതിയതിന് ശേഷം ശ്രീരാമൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമില്ലേ, എന്തുകൊണ്ട് ക്രോധം പരിത്യജിക്കണം എന്നുള്ളത് ഇല്ലേ? കോപമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. കോപം കാരണം അച്ഛനമ്മമാരെയും മക്കളെയും മനുഷ്യൻ ഉപദ്രവിക്കുന്നു. കോപം നമ്മുടെ പുണ്യം ക്ഷയിക്കാൻ കാരണമാകുന്നു എന്നെല്ലാം
രാമൻ പറയുന്ന കുറച്ച് കാരണങ്ങളുണ്ട്, കോപം ത്യജിക്കണമെന്ന് രാമൻ പറയുന്ന കുറച്ച് കാരണങ്ങൾ. ആ കാരണങ്ങൾ കൂടി എഴുതി 2 പാരഗ്രാഫ് എഴുതുക, ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അടുത്തത്. പാരവും പരിചയം കലർന്നെഴും പേരുമീ മധുരമായ ശബ്ദവും, സാരമായി സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. പ്രിയദർശനം. രൂപം കൊണ്ട് തിരിച്ചറിയാത്ത വ്യക്തിയെ സ്വരം കൊണ്ട് തിരിച്ചറിഞ്ഞ് അയാളും അമ്പരന്നു. വിശ്വരൂപം. ഏറെക്കാലം വേർപെട്ട് നിന്നാലും സ്നേഹബന്ധങ്ങളുടെ തീവ്രതയ്ക്ക് മാറ്റം വരുന്നില്ല. 2 പാഠസന്ദർഭങ്ങളും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഈസി, ഭയങ്കര ഈസി അല്ലേ? കാരണം നളിനിയുടെ കാര്യം ഞാനിപ്പോ തന്നെ പറഞ്ഞു. വളരെ കാലം മുമ്പ് സന്യസിക്കാൻ വേണ്ടി ഹിമാലയത്തിലേക്ക് യാത്ര പോയ ദിവാകരനെ ഏറെ പണിപ്പെട്ടാണ് നളിനി കണ്ടുപിടിച്ചത്. ഏറെ കാലത്തിന് ശേഷമാണ്. കാരണം പിരിയുമ്പോൾ നളിനിയും ദിവാകരനും ബാല്യകാലത്തായിരുന്നു, ഏതാണ്ട് കൗമാരത്തിലേക്ക് കടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടുമുട്ടിയപ്പോൾ അവർ യൗവനത്തിലായിരുന്നു, അനേക കാലം കാണാതിരുന്നു. എന്നിട്ടും ഒരൊറ്റ നോട്ടത്തിൽ ദിവാകരനെ നളിനി തിരിച്ചറിഞ്ഞു അല്ലേ? നളിനിയുടെ ശബ്ദം കേട്ടപ്പോൾ, ഞാൻ അങ്ങേക്ക് പണ്ട് ഇഷ്ടയാം നളിനിയാണ് ഞാനെന്ന് പരിചയപ്പെടുത്തിയ മാത്രയിൽ, നിന്റെ ശബ്ദവും നിന്റെ വീടും നീയുമൊക്കെ എൻ്റെ ഓർമ്മയിലേക്ക് ഇതാ വന്നു കഴിഞ്ഞു എന്ന് ദിവാകരനും തിരിച്ചറിയുന്നു അല്ലേ? ഇനി അടുത്തത് സുധീർ തിരിച്ചറിയുകയാണ് താഴത്തെ വീട്ടിൽ കുഞ്ഞിക്കുട്ടിയമ്മേനെ അല്ലേ? ഏറെക്കാലം മുമ്പ് വിദേശത്ത് വെച്ച് പരിചയപ്പെട്ടതിന് ശേഷം വളരെ കാലങ്ങൾക്ക് ശേഷം മിസ്സിസ് താലത്തിനെ അന്വേഷിച്ച് വരികയാണ് നാട്ടിലേക്ക്. അവരപ്പോഴേക്കും രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഒരുപാട് മാറിക്കഴിഞ്ഞ് താഴത്തെ വീട്ടിൽ കുഞ്ഞിക്കുട്ടിയമ്മ എന്ന ഗ്രാമീണ വൃദ്ധയായി കഴിഞ്ഞിരുന്നു. എന്നിട്ടും അല്ലേ, സ്വരം കേട്ടപ്പോൾ തിരിച്ചറിഞ്ഞു. ഒരു താപസിയെ പോലെയാണ് കാണപ്പെട്ടത്, തപസ്വിനിയെ പോലെയാണ് കാണപ്പെട്ടത്, ഭസ്മവും രുദ്രാക്ഷവും ഒക്കെ അണിഞ്ഞ്. ആ സൊസൈറ്റി ലേഡിയിൽ നിന്നും വളരെ വ്യത്യസ്ത ആയിരുന്നു അവര്. എന്നിട്ടും സ്വരമൊന്ന് കേട്ടപ്പോൾ അവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ശബ്ദവും രൂപവും നമ്മുടെ മനസ്സിലുണ്ടാവും. രൂപം വളരെയധികം മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ കാലം നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും വരുത്തും അല്ലേ? നിങ്ങളെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴുള്ള പോലെയാണോ നിങ്ങളിപ്പോൾ? അല്ല, കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങൾ മാറും. അപ്പോൾ കാലം നമ്മളെ വളരെയധികം മാറ്റും, നമ്മുടെ ശരീരവും രൂപവും ഒക്കെ. പക്ഷെ നമ്മൾ ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം വെച്ച് അവർ നമ്മളെ തിരിച്ചറിഞ്ഞിരിക്കും എന്നാണ് ഈ 2 പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അടുത്തത്. അച്ഛനും മകനും നേരോട് നേരായി തെല്ല് നേരം നിന്നു. വെള്ളായപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു. കണ്ടുണ്ണി ശ്രവണത്തിനപ്പുറമുള്ള ഒരു സ്ഥായിയിൽ നിലവിളിച്ചു. കഥയെ ഭാവസാന്ദ്രമാക്കുന്നതിൽ ഇത്തരം മുഹൂർത്തങ്ങൾ എത്രമാത്രം അനുയോജ്യമാണ്. മറ്റു സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് കുറിപ്പ് തയ്യാറാക്കുക. കടൽ തീരത്ത് എന്ന കഥ, അതിനെ ഒരു കഥ എന്നല്ല, സത്യത്തിൽ ഒരു കവിത എന്ന് നമുക്ക് വിളിക്കാം. കാരണം അത്രയേറെ ഭാവസാന്ദ്രമാണ്, അത്രയേറെ കവിത തുളുമ്പുന്ന ഒരു കഥയാണത്. അതിൽ ഇത്തരം സന്ദർഭങ്ങൾ, മനുഷ്യബന്ധങ്ങളുടെ തീവ്രത സൂചിപ്പിക്കുന്ന അനേകം സന്ദർഭങ്ങളുണ്ട്. ആദ്യത്തെ ഒരു സന്ദർഭമാണിത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന മകനെ അച്ഛൻ കാണുന്ന സന്ദർഭമാണിത് അല്ലേ? അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുമ്പോൾ കണ്ടുണ്ണി ഉറക്കെ കരയുന്നു. എങ്ങനെയാണ്? ശരിക്കും തൊണ്ട കൊണ്ടാണോ ഉറക്കെ കരയുന്നത്? അല്ല, ശ്രവണത്തിനും അപ്പുറമുള്ള സ്ഥായിയിൽ, കേൾക്കാൻ പറ്റാത്തത്ര ഉച്ചത്തിൽ കരയുന്നു. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കണ്ടുണ്ണി കരഞ്ഞത് ശബ്ദം കൊണ്ടല്ല, മനസ്സുകൊണ്ടാണെന്നർത്ഥം. ആ മനസ്സുകൊണ്ടുള്ള കരച്ചൽ നമുക്ക് ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ല, മനസ്സുകൊണ്ടേ കേൾക്കാൻ പറ്റുള്ളൂ. അതാണ് ശ്രവണത്തിനപ്പുറത്തുള്ള സ്ഥായി എന്ന് പറയുന്നത്. കേൾക്കാൻ പറ്റുന്നതിനും അപ്പുറത്തുമുള്ള ഒരു തലത്തിലായിരുന്നു ആ മകന്റെ നിലവിളി. കാരണം നാളെ മരിക്കാൻ പോവാണ് അല്ലേ? അപ്പൊ ഇത് സാധാരണഗതിയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അയ്യോ അച്ഛാ ഞാൻ നാളെ മരിക്കുമല്ലോ എന്നെ രക്ഷിക്കണേന്നൊക്കെ പറഞ്ഞ് നെഞ്ഞത്തടിച്ച് കരഞ്ഞാൽ അത്ര ഫീലിങ്സ് നമുക്ക് വരില്ല. പക്ഷേ ഇത് മനസ്സുകൊണ്ടുള്ള നിലവിളി ഉണ്ടല്ലോ, എന്ത് കാര്യവും അങ്ങനെയാണ് അല്ലേ? നമ്മൾ വാചികമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനേക്കാൾ, വാക്കുകൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ മനസ്സ്, നമ്മുടെ മുഖം, ആ ഭാവം, അതിലത് തുളുമ്പി നിൽക്കുമ്പോഴാണ് കുറേ കൂടി തീവ്രമായിട്ട് നമുക്കത് അനുഭവിക്കാൻ പറ്റുക. ഇവിടെ അങ്ങനെയാണ്. കേൾക്കാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള ഒരു തലത്തിൽ കണ്ടുണ്ണി സ്വന്തം ഹൃദയം പൊട്ടി നിലവിളിക്കുന്നുണ്ട്. ആ നിലവിളി നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. ഓക്കെ, ഇതാണ് ഒരു സന്ദർഭം. ഇനി മറ്റു സന്ദർഭങ്ങൾ എവിടെയാണ്? ഓർക്കുന്നുണ്ടാവും നിങ്ങൾ അല്ലേ? വെള്ളായപ്പൻ യാത്ര പുറപ്പെട്ടപ്പോൾ എതിരെ വന്നു കുട്ടിസമ്മാപ്പിള. കുട്ടിസമ്മാപ്പിളയും ഇദ്ദേഹവും തമ്മിൽ, കുട്ടിസമ്മാപ്പിള ചോദിക്കുന്നില്ല നിങ്ങളുടെ മകനെ നാളെ തൂക്കിക്കൊല്ലുകയാണ് അല്ലേ, എനിക്ക് വിഷമമുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോ? ഇല്ല. അവർ തമ്മിൽ അധികമൊന്നും സംസാരിക്കുന്നില്ല, പേര് ചൊല്ലി വിളിക്കുന്നേ ഉള്ളൂ
അല്ലേ? പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വെള്ളായപ്പൻ്റെ ദുഃഖം മുഴുവനും കുട്ടിസം മാപ്പിള മനസ്സിലാക്കി എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ നീലിയും കുട്ടിസം മാപ്പിളയും കണ്ടുമുട്ടുന്ന സന്ദർഭം. നീലിയെ കുട്ടിസം മാപ്പിളയെ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിളിക്കുക മാത്രം ചെയ്യുന്നു. പക്ഷെ ആ വിളിയിലുണ്ട് കുട്ടിസം മാപ്പിളയുടെ എല്ലാ ദുഃഖവും നീലി മനസ്സിലാക്കിയെന്നും നീലി മനസ്സിലാക്കിയത് കുട്ടിസം മാപ്പിള മനസ്സിലാക്കിയെന്നും ഇങ്ങനെ വാക്കുകൾ കൊണ്ടോ അധികമൊന്നും സംസാരിക്കാതെ തന്നെ ദുഃഖം തുളുമ്പി നിൽക്കുന്ന മനസ്സുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ഭാവതീവ്രമായ സന്ദർഭങ്ങൾ കടൽ തീരത്തുണ്ട്. ഓക്കെ, അടുത്തത് പൗരസ്ത്യ സംസ്കാരം മുഴുവൻ. ഇനി മക്കളെ ഒരു പുറത്തിൽ കവിയാതെയാണ് കേട്ടോ. 6 മാർക്കിൻ്റെയാണ്. ഒത്തിരി അധികം എഴുതണം, ഒരു 4 പാരഗ്രാഫ് ഒക്കെ എഴുതണം. മറ്റേത് 2 പാരഗ്രാഫ് എഴുതിയ മാർക്ക് കിട്ടും. 4 മാർക്കിൻ്റെ ചോദ്യത്തിന് 2ഓ 3ഓ പാരഗ്രാഫ്. പൗരസ്ത്യ സംസ്കാരം മുഴുവൻ അവർ മറന്നു. ഔപചാരികമായി ചിട്ടപ്പെടുത്താതെ കരയാനോ ചിരിക്കാനോ കൂടി അവർക്ക് കഴിയുമെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. എന്തൊരു ഉയർച്ചയായിരുന്നു അത്, എന്തൊരു അഭിമാനമായിരുന്നു. അമ്മേ ഭഗവതി ഭാഗ്യവതിയാണ്. കഥാന്ത്യത്തിൽ മാടം തലത്തിനെ കുറിച്ച് സുധീർ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. മാടം തലത്തിന്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റം നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഈസി, ഏറ്റവും ഈസി ആയിട്ടുള്ള ചോദ്യം അല്ലേ? മാടം തലത്ത് ആദ്യം തന്നെ നിങ്ങളൊരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കണം കേട്ടോ. വിശ്വരൂപം എന്ന കഥയാണ് അല്ലെ, ലളിതാംബിക അന്തർജനത്തിൻ്റെതാണ്. ഭാരതീയ സ്ത്രീത്വത്തെക്കുറിച്ച്, ഭാരതീയ സ്ത്രീത്വത്തിന്റെ മഹത്വത്തെക്കുറിച്ച് വിളംബരം ചെയ്യുന്ന കഥയാണ് എന്ന് ഇൻട്രൊഡക്ഷൻ മസ്റ്റായിട്ട് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ആ കഥയൊന്ന് ചുരുക്കി പറഞ്ഞേക്കുക. നിങ്ങൾക്ക് അതിൻ്റെ കഥ അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലേ? വിദേശത്ത് ഡോക്ടർ തലത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുകയായിരുന്നു സുധീർ. അവിടെ വെച്ചാണ് മാഡം തലത്തിനെ പരിചയപ്പെട്ടത്. അവർ വലിയ പ്രൗഢ വനിതയായിരുന്നു. വിരുന്നു സൽക്കാരങ്ങളിലെല്ലാം തിളങ്ങി നിന്നിരുന്ന ഒരു വലിയ പ്രൗഢ വനിത. ഒരു പൗരസ്ത്യ സംസ്കാരം, ഭാരതത്തിൻ്റെ സംസ്കാരമൊക്കെ മറന്ന് വളരെ പാശ്ചാത്യ സംസ്കാരത്തോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലുള്ള അംഗചലനങ്ങളോട് കൂടി നടന്നിരുന്ന ഒരു വലിയ സൊസൈറ്റി ലേഡിയായിരുന്നു അല്ലേ? സ്വന്തം മക്കളെയെല്ലാം ബോർഡിങ്ങിലാണ് ആക്കിയിരുന്നത്. അവരെ അലങ്കരിച്ച ബൊമ്മകളെ പോലെ കൊണ്ട് നടന്നിരുന്നു. വിരുന്ന് സൽക്കാരങ്ങളിൽ ആതിഥേയയായി മാത്രം പ്രത്യക്ഷപ്പെട്ടിരുന്ന ഒരു വലിയ പ്രൗഢ വനിത. അവരെയാണ് പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം അവർ കേരളത്തിലുണ്ടെന്നറിഞ്ഞ് സുധീർ അന്വേഷിച്ച് വരുന്നത്. അവിടെ വെച്ച് തികച്ചും വ്യത്യസ്തയായ ഒരു സ്ത്രീയെയാണ് മാഡം തലത്തിനെ കാണുന്നത് അല്ലേ? താഴത്തെ വീട്ടിൽ കുഞ്ഞിക്കുട്ടിയമ്മ എന്ന യഥാർത്ഥ പേരെല്ലാം സ്വീകരിച്ച് ഭസ്മവും രുദ്രാക്ഷവും ഒക്കെ ധരിച്ചൊരു തപസ്വിനിയെ പോലെ കഴിയുന്ന ഒരു സ്ത്രീ. അത് അന്ന് വിദേശത്ത് വെച്ച് പരിചയപ്പെട്ട സ്ത്രീയിൽ നിന്നും തികച്ചും വ്യത്യസ്തയായിട്ടാണ് കാണപ്പെടുന്നത്. അവരൊരു ഭാരതീയ സ്ത്രീത്വത്തിന്റെ പ്രതീകമായി മാറിക്കഴിഞ്ഞിരുന്നു. സ്വന്തം കൈകൊണ്ട് വെച്ച് വിളമ്പുന്നു, സ്നേഹത്തോടെ വെച്ച് വിളമ്പുന്നു, കൊടുക്കാൻ പഠിക്കുന്നു, നാട്യങ്ങൾ ഉപേക്ഷിക്കുന്നു അല്ലേ? തനി ഗ്രാമീണ സ്ത്രീയായി മാറുന്നു. എല്ലാം ഭാരതത്തിൽ അച്ഛനമ്മമാരെ കുട്ടികൾ ദൈവതുല്യം കാണുന്നു അല്ലേ എന്നുള്ള കാര്യമെല്ലാം അവരനുസ്മരിക്കുന്നു. പക്ഷെ എൻ്റെ അമ്മയെ ഞാൻ വേണ്ടത്ര നോക്കിയിട്ടില്ല, കൊടുത്തതല്ലേ കിട്ടൂ എന്ന് ദുഃഖിക്കുന്നു. ഇങ്ങനെ ഭാരതീയ സ്ത്രീയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് താഴത്തെ വീട്ടിൽ കുഞ്ഞിക്കുട്ടിയമ്മയുടെ ഒരു പരിണാമം. അവരുടെ വിശ്വരൂപം ദർശിച്ചു എന്നാണ് പറയുന്നത്. വിശ്വരൂപം എന്ന് വെച്ചാൽ യഥാർത്ഥ രൂപം അല്ലെ? പാശ്ചാത്യ വിരുന്നുകളിൽ കൃത്രിമമായി ചിരിച്ചു തിളങ്ങി നിന്നിരുന്ന ആ മുഖം മൂടി ഉണ്ടല്ലോ, അത് മാഞ്ഞു പോയി, അത് വീണ് പോയിട്ട് തനി ഭാരതീയ സ്ത്രീയായിട്ട് എടുക്കുന്നതിനേക്കാൾ കൊടുക്കാൻ ഇഷ്ടമുള്ള ഒരു ഭാരതീയ സ്ത്രീയായി അവർ മാറിക്കഴിഞ്ഞിരുന്നു. ഇതാണ് അവരുടെ സ്വഭാവത്തിൽ ഉണ്ടായിട്ടുള്ള പരിണാമം. അപ്പോൾ 6 മാർക്കിൻ്റെ ചോദ്യമാണ്. നിങ്ങൾ 4ഓ 5ഓ പാരഗ്രാഫ് ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതി വെക്കണം. ഓക്കെ, അടുത്തത്. വെള്ളായപ്പൻ പൊതിയൊഴിച്ചു, അന്നം നിലത്തേക്ക് എറിഞ്ഞു. വെയിലിന്റെ മുകൾ തട്ടിൽ എവിടെ നിന്നോ ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു. തന്റെ കോടച്ചി ചോറുപതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം. വെള്ളായപ്പൻ തനിച്ചായി. ചോറുപതി അഴിക്കാൻ തോന്നിയില്ല. തുവർത്തിലൂടെ പുറത്തേക്ക് കുതിർന്ന് അതിന്റെ നനവിൽ കൈവച്ചുകൊണ്ടിരുന്നു. കഥാസന്ദർഭങ്ങളെ ഭാവസാന്ദ്രമാക്കുന്നതിൽ മുഖ്യ കഥാപാത്രങ്ങൾക്കൊപ്പം പൊതിച്ചോറ് വഹിക്കുന്ന സ്ഥാനം കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. പൊതിച്ചോറ് ഈ കഥയിൽ, കടൽ തീരത്ത് എന്ന കഥയിൽ പൊതിച്ചോറ് ഒരു കഥാപാത്രമായി മാറുന്നുണ്ട്. സാധാരണഗതിയിൽ കഥാപാത്രങ്ങൾ എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ കഥാപാത്രങ്ങൾ, ക്യാരക്ടേഴ്സ് എന്ന് പറയുക അല്ലേ? പക്ഷെ ഇതിലൊരു ജീവനുമില്ലാത്ത പൊതിച്ചോറ് ഒരു കഥാപാത്രമായി മാറുന്നുണ്ട്. എങ്ങനെയാണ് കഥാപാത്രമായി പൊതിച്ചോറ് മാറുന്നത്? ആരാണ് പൊതിച്ചോറ് കൊടുത്തയക്കുന്നത്? തൻ്റെ മരിക്കാനിരിക്കുന്ന മകന് വേണ്ടി, നാളെ മരിക്കാൻ പോകുന്ന തൻ്റെ സ്വന്തം മകന് വേണ്ടി ഒരു അമ്മ കെട്ടിക്കൊടുക്കുന്ന പൊതിച്ചോറാണത് അല്ലേ? ആ പൊതിച്ചോറ് പൊതിഞ്ഞു കെട്ടുമ്പോൾ അവരുടെ കണ്ണുനീര് അനേകം ആ പൊതിച്ചോറിൽ വീണിട്ടുണ്ട്. അവിടെ നിന്ന് തുടങ്ങുകയാണ് പൊതിച്ചോറിൻ്റെ സ്ഥാനം.
പിന്നീട് ആ പൊതിച്ചോറും കൊണ്ട് വെള്ളായപ്പൻ മകനെ കാണാൻ പോവുകയാണ്. ഒരിക്കൽ പോലും ആ പൊതിച്ചോറ് അഴിച്ചു ഉണ്ണാൻ തോന്നുന്നില്ല വെള്ളായപ്പന്. കാരണം വെള്ളായപ്പന് വഴിയിൽ വെച്ച് കഴിക്കാം വേണമെങ്കിൽ ആ ചോറ്, അല്ലെ, ഇല്ലെങ്കിൽ മകന് കൊണ്ടു കൊടുക്കാം, 2 ഓപ്ഷനാണുള്ളത്. പക്ഷേ വെള്ളായപ്പൻ അത് കഴിക്കാൻ തോന്നുന്നില്ല. കാരണം എന്താ? തൻ്റെ മകൻ അവിടെ കഴിക്കാതെ ഇരിക്കുകയായിരിക്കും, ഇറങ്ങുന്നില്ല, അന്നം ഇറങ്ങുന്നില്ല, അല്ലെ. പക്ഷേ അതിനുശേഷം വെള്ളായപ്പൻ ജയിലിലെത്തിയിട്ട് മകന് ഈ പൊതിച്ചോറ് കൊടുക്കാവുന്ന ഒരു സന്ദർഭം, ആ ഒരു മനസ്സ് പറ്റുന്നില്ല വെള്ളായപ്പന്. കാരണം കാണുന്നുണ്ട് കുട്ടീനെ, പക്ഷേ പൊതിച്ചോറൊന്നും കൊടുക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല, അത് കഴിക്കാവുന്ന മാനസികാവസ്ഥയിലല്ല മകനും, അല്ലേ. അപ്പോൾ അത് കഴിയുന്നില്ല. ഇനി കഥയിലുടനീളം, യാത്രയിലുടനീളം ഈ പൊതിച്ചോറിന്റെ നനവ് വെള്ളായപ്പൻ കയ്യിൽ അനുഭവിക്കുന്നുണ്ട്, അല്ലേ. അതൊരു വല്ലാത്ത സന്ദർഭമാണ്. കാരണം പൊതിച്ചോറിന്റെ നനവ് അനുഭവിക്കുക എന്ന് പറയുന്നത് ഒരു അമ്മയുടെ കണ്ണുനീര് അനുഭവിക്കുകയാണ്. അമ്മയുടെ കണ്ണുനീര് അതിൽ വീണിട്ടുണ്ട്. ഇനി അതിനുശേഷം മകന് കൊടുക്കാൻ കഴിയാത്ത, താനും ഉണ്ണാത്ത ആ പൊതിച്ചോറുണ്ടല്ലോ, ആ പൊതിച്ചോറ് അവസാനം എന്താ ചെയ്യുന്നത് വെള്ളായപ്പൻ? പൊതിച്ചോറ് അഴിച്ചിട്ട് മകന്റെ ശവം സംസ്കരിച്ചതിന് ശേഷം നിലത്തേക്ക് എറിയാണ്, അല്ലെ. നിലത്തേക്ക് എറിയുമ്പോൾ ബലിക്കാക്കകൾ വന്ന് കൊത്തുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഒരു വിശ്വാസപ്രകാരം നമ്മൾ കർമ്മം ചെയ്യും മരിച്ചതിന് ശേഷം, എന്നിട്ട് ബലിച്ചോറ് കൊടുക്കും. കാക്ക വന്ന ബലിച്ചോറ് കഴിച്ചാലാണ് ആത്മാവിന് തൃപ്തിയായി എന്ന് നമ്മൾ വിശ്വസിക്കുക. ഇവിടെ കാക്കകൾ വന്ന് ഈ ബലിച്ചോറ് കഴിക്കുന്നുണ്ട്. ബലിച്ചോറ് വെച്ചാൽ പൊതിച്ചോറ് അഴിച്ചു വിട്ടത്. കാരണം വലിയ രീതിയിൽ കർമ്മം ഒന്നും നടത്തിയിട്ട് ബലിച്ചോറ് കൊടുക്കാനുള്ള പൈസ ഇല്ല വെള്ളായപ്പന്റെ കയ്യിൽ. അതുകൊണ്ടാണ് ആ കൊണ്ടുപോയിട്ടുള്ള പൊതിച്ചോറ് തന്നെ അങ്ങനെ കൊടുക്കുന്നത്. കാക്കകൾ വന്ന് തിന്നുന്നുണ്ട്. അപ്പൊ അതാണ് ബലിച്ചോറായിട്ട് മാറിയിട്ടുള്ളത്. ഇങ്ങനെ കഥയിലുടനീളം ഈ കടൽ തീരത്ത് എന്ന കഥയെ ഇത്രമാത്രം ദുഃഖഭരിതമാക്കി തീർക്കാനായിട്ട് ഈ പൊതിച്ചോറ് വഹിക്കുന്ന പങ്ക് ചെറുതല്ല, അതൊരു കഥാപാത്രമായി മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഇതൊക്കെ വന്ന ഫുൾ മാർക്ക് മേടിച്ചേനെ നിങ്ങൾ, അല്ലെ. ഇതിനി ആസ്വാദനമാണ്, ഇത് പുറമേന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അത് നിങ്ങൾ തനിയെ ചെയ്യേണ്ടതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഉത്തരം എഴുതി നോക്കണമെന്ന് തനിയെ, അപ്പൊ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് എഴുതണം. നിങ്ങൾ കഴിയുന്നത് ഒരു കാര്യം ചെയ്യാം മക്കളെ, ഈ പുറമേന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ഒഴിവാക്കിയേക്കുക. കാരണം ഇവിടെ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് 2 എണ്ണം എഴുതിയാൽ മതി. എക്സ്ട്രാ ആണ് 3ാമത്തെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഭയങ്കര മിടുക്കന്മാരാണെങ്കിൽ നിങ്ങൾ ഇത് എഴുതിക്കോളൂ. അതല്ല, അത്ര ഭയങ്കരമായിട്ട് മലയാളം അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചത് എഴുതായിരിക്കും നല്ലത്, അല്ലേ. കാരണം ഇതിൽ നിങ്ങൾ തെറ്റുകൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പോൾ ഒന്നാമത്, ആ വെള്ളി സാമാനം നമ്മുടെ ആയിരുന്നോ? മെത്രാൻ ഇങ്ങനെ ചോദിച്ചതിന്റെ അർത്ഥം എന്ത്? 4 ഓപ്ഷൻ നോക്കൂ. ഉടമസ്ഥൻ താനാണെന്ന് ഉറപ്പുണ്ട്, വസ്തുവകകൾ പാവങ്ങളുടെയാണെന്ന് വിശ്വസിച്ചു, വസ്തുവകകളുടെ അവകാശികൾ ആരാണെന്ന് അറിയില്ല, പാവങ്ങളുടെ വസ്തുക്കളുടെ സൂക്ഷിപ്പുകാരനാണ് താനെന്ന് കരുതി. ഏതാ ഉത്തരം? ഭൂമിയിലെ എല്ലാ വസ്തുക്കളും പാവങ്ങളുടെ സ്വന്തമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതാണ് അതിന്റെ ഉത്തരം കേട്ടോ. അടുത്തത്, ധർമ്മപത്നിയെ ഉപേക്ഷിച്ച അയാളുടെ നാമധേയം ആരുച്ചരിക്കും? താപസിയുടെ ഈ വാക്കുകളിൽ തെളിയുന്ന ഭാവം എന്ത്? എന്താ? ഉച്ചം, അല്ലേ. ശകുന്തള ആരാണ് അച്ഛൻ എന്ന് ചോദിക്കുന്നുണ്ട്. ദുഷ്യന്തൻ എടുത്തിട്ട് ശകുന്തളയുടെ ഭർത്താവ് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെ. അപ്പൊ താപസി പറയാ, ആര് പറയാൻ, അയാളുടെ പേരൊക്കെ പുച്ഛമാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് പോലും സംശയം തീർന്നില്ല. മാഡം, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇതുപോലെ. സുധീർ ഇത്തരത്തിൽ ചിന്തിച്ചത് എന്തുകൊണ്ട്? വീട്ടിലെ വിപുലമായ സൗകര്യം കണ്ടതുകൊണ്ട്, വീടും വേഷവും കണ്ടതുകൊണ്ട്, രൂപത്തിലും ഭാവത്തിലും മാറ്റം വരാത്തത് കൊണ്ട്, സുധീറിനെ തിരിച്ചറിഞ്ഞതുകൊണ്ട്. എന്തുകൊണ്ടാ? ആ വീടും അവരുടെ വേഷവും കണ്ടതുകൊണ്ട്, അല്ലെ. കാരണം അത്തരം ഒരു വീട്ടിൽ, അത്തരം ഒരു വേഷത്തിൽ ആ പ്രൗഢ വനിതയെ സുധീർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഓക്കെ, അടുത്തത്, ആ 2 വെള്ളി വിളക്കുകാലുകളും എടുത്ത് ഴാങ്വാൽ ഴാങ്ങിന് കൊണ്ടുവന്ന് കൊടുത്തു. വെള്ളി വിളക്കുകാലുകൾ വിഗ്രഹിക്കുക. എങ്ങനെയാ? വെള്ളി കൊണ്ടുള്ള വിളക്കുകാലുകൾ കേട്ടോ, തെറ്റിക്കരുത്. സ്വർണ്ണക്കമ്മൽ എന്ന് വെച്ചാൽ സ്വർണം കൊണ്ടുള്ള കമ്മൽ, വെള്ളി കാലുകൾ എന്ന് വെച്ചാൽ വെള്ളി കൊണ്ടുള്ള, വെള്ളി കൊണ്ടല്ലേ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇത് വൈഷമ്യക്കാരനാണ് എന്ന് ആര്യപുത്രനെ ഓർമ്മിപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കിട്ടാതെ പോയല്ലോ. ശകുന്തള സൂചിപ്പിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ആരെക്കുറിച്ചാണ് ശകുന്തള ഇതൊരു വൈഷമ്യക്കാരനാന്ന് പറയുന്നത്, ഈ വിശ്വസിക്കാൻ പറ്റാത്തൊരു സാധനം എന്ന് പറയുന്നത് എന്തിനെ പറ്റിയിട്ടാ? മൺമയിലിനെ, മുദ്രമോതിരം, സിംഹക്കുട്ടിയെ, സർവ്വധമനെ. എന്തിനാ? സിംഹക്കുട്ടിയാണ് കേട്ടോ. അല്ല സോറി, സിംഹക്കുട്ടിയല്ല, മുദ്രമോതിരത്തെയാണ് കേട്ടോ. കാരണം എന്താ? മുദ്രമോതിരം ആവശ്യം നേരത്ത് ഉപകരിച്ചില്ല, അല്ലെ. ഇത് കണ്ടാൽ നീ ഓർക്കുമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. പക്ഷെ ആവശ്യം നേരത്തെ അതിനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇത് വൈഷമ്യക്കാരനാണെന്ന് പറയുന്നത്. മുദ്രമോതിരത്തെ കുറിച്ചാണ്. അടുത്തത്, 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതിയാൽ മതി.
എന്നെ വിടാൻ പോകുന്നു എന്നുള്ളതിന് വാസ്തവം തന്നെയോ? ഴാങ് വാങ് ഴാങ് ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്ത്? ആൾക്ക് വിശ്വസിക്കാൻ പറ്റാഞ്ഞത് എന്തുകൊണ്ടാ? വെള്ളി സാമാനങ്ങൾ കട്ടുപോയവനാണ് അല്ലെ, പോലീസ് പിടിക്കുകയും ചെയ്തു. പക്ഷേ മെത്രാൻ പറഞ്ഞു എന്തെന്ന്? അത് അയാൾ കട്ടതല്ല, ഞാൻ സ്വമേധയാ കൊടുത്തതാണ്, ഞാൻ ഗിഫ്റ്റ് കൊടുത്തതാണ് അയാളെ വിട്ടയക്കാൻ. ഇത് കേട്ടപ്പോൾ ഴാങ് വാങ് ഴാങ്ങിന് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം എന്താ? അത്രയ്ക്ക് കനിവ്, അത്രയ്ക്ക് ദയ അയാൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല സൊസൈറ്റിയിൽ നിന്ന് അല്ലെ. ഒരു ചെറിയ കഷ്ണം റൊട്ടി മോഷ്ടിച്ചതിന് 5-6 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു പാവമാണ് ഴാങ് വാങ് ഴാങ്. എന്നിട്ടാണ് അദ്ദേഹം വെള്ളി സാമാനം മോഷ്ടിച്ചപ്പോ മെത്രാന്റെ വെള്ളി സാമാനാണ് മോഷ്ടിച്ചത്, എന്നിട്ട് പോലും ഇത് ഞാൻ ഇയാൾക്ക് സമ്മാനമായിട്ട് കൊടുത്തതാണ് എന്ന് പോലീസിനോട് പറഞ്ഞിട്ട് വിട്ടയക്കാൻ പറഞ്ഞത്. ഇപ്പൊ പോലീസ് പൊക്കോളാൻ പറഞ്ഞപ്പോൾ ആ ദയയിൽ ആദ്യം ഒന്നും വിശ്വസിക്കാൻ പറ്റിയില്ല അല്ലെ. അതാണ്, അത്രയും ദയ തന്നോട് സമൂഹം കാട്ടുമെന്ന് ഴാങ് വാങ് ഴാങ്ങിന്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കാട്ടുമെന്ന് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ കാരണം. കൊടുത്തത് മാത്രമേ നേടാനൊക്കൂ അല്ലേ സുധീർ? ഞാൻ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ഈ വാക്കുകളിലൂടെ മിസ്സിസ് തലത്ത് പറയാൻ ശ്രമിച്ചത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഇതേ ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ ഇതേ വാക്കുകൾ പറഞ്ഞു, കൊടുത്തത് മാത്രമേ നേടാൻ പറ്റുള്ളൂ എന്ന്. എന്താ പറഞ്ഞത്? സ്വന്തം അമ്മയെ കുറിച്ചാണ് പറയുന്നത്. സ്വന്തം അമ്മ പലവട്ടം നാട്ടിൽ വന്ന് താമസിക്കാൻ പറഞ്ഞ് കത്തെഴുതിയിട്ടുണ്ട്. പക്ഷേ നാട്ടിലേക്ക് വരാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയില്ല. ഇപ്പോൾ എൻ്റെ മക്കള് എന്നോട് അധികം സ്നേഹം കാണിക്കുന്നില്ല. നമ്മൾ കൊടുത്തത് മാത്രമേ നമുക്ക് കിട്ടൂ അല്ലേ. അപ്പോൾ മിസ്സിസ് താലത്ത് പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? നമ്മുടെ അച്ഛനമ്മമാരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെ മാത്രമേ നമ്മളുടെ മക്കളും നമ്മളോട് പെരുമാറുള്ളൂ. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലതും ഓർമ്മ വരുന്നുണ്ടാ? ജയറാമിന് ഷീലടി സിനിമ വരുന്നുണ്ടാ? മനസ്സിനക്കരെ ഷീല സെയിം സെന്റൻസ് പറയുന്നുണ്ട് അല്ലേ? അത് തന്നെ, അങ്ങനെയെങ്കിലും ഓർത്തു വെക്കുക ഇത് കേട്ടോ. അടുത്തത്, എൻ്റെ ആശയ്ക്ക് ഒരു താങ്ങലും കൂടിയായി. ദുഷ്യന്തൻ സൂചിപ്പിക്കുന്ന ആശ എന്ത്? ശകുന്തളയെ വീണ്ടും കണ്ടെത്താമെന്നുള്ള ആശ തന്നെ അല്ലേ. ഓക്കെ, അടുത്തത്, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കതി. ഈ ഉപദേശം എക്കാലത്തും പ്രസക്തമാണോ? തന്നിരിക്കുന്ന വരികളും പാഠഭാഗങ്ങളും വിശകലനം ചെയ്യുക. അരപ്പുറത്തിലുള്ള ചോദ്യമാണ്, 4 മാർക്കിന്റെ കേട്ടോ. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എക്കാലത്തും പ്രസക്തമാണോ? പിന്നെന്താ? മനുഷ്യ ജീവിതം എല്ലാ കാലത്തും ഒരുപോലെയാണ് അല്ലേ. കാലം എത്ര വ്യത്യസ്തപ്പെട്ടോട്ടെ, ടെക്നോളജി എത്ര വികസിച്ചോട്ടെ, മനുഷ്യനും അവൻ്റെ വികാരങ്ങളും അവൻ്റെ മനസ്സും എല്ലാ കാലത്തും ഒരുപോലെയാണ്. അതുകൊണ്ട് എഴുത്തച്ഛൻ്റെ ഈ ഉപദേശം എല്ലാ കാലത്തും പ്രസക്തമാണ് കേട്ടോ. ഇനി നമ്മൾ എഴുത്തച്ഛൻ്റെ ആ ഇൻട്രൊഡക്ഷൻ എഴുതണം. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ വരികളാണ്. ശ്രീരാമന് പട്ടാഭിഷേകം മുടങ്ങിയപ്പോൾ കോപം കൊണ്ട് അന്ധനായി തീർന്ന ലക്ഷ്മണനെ ശ്രീരാമൻ ഉപദേശിക്കുന്നതാണ് സന്ദർഭം. ഇങ്ങനെയുള്ള ഇൻട്രൊഡക്ഷൻ എപ്പോഴും മക്കളെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വിട്ട് കളയരുത്, അങ്ങനെ എഴുതണം. എന്നിട്ട് ഇതിൻ്റെ അർത്ഥം എഴുതുക. ശ്രീരാമൻ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഉപദേശിക്കുന്നത്? എല്ലാ സുഖങ്ങളും കുറച്ചു നേരത്തേക്ക് മാത്രമുള്ളതാണ്. മിന്നലിൻ്റെ വെളിച്ചം പോലെയാണത്. കുറച്ചു നേരം കഴിഞ്ഞാൽ അതെല്ലാം മാഞ്ഞു പോകും. നമ്മുടെ ആയുസ്സും അധിക നേരമില്ല, അതൊക്കെ പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട തവളയുടെ ഗതിയാണ് ഓരോ മനുഷ്യർക്കും. പാമ്പിൻ്റെ വായിലിരുന്ന് തവള തനിക്ക് ഭക്ഷണം വേണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ തവളയുടെ ജീവിതം ഏത് നിമിഷം വേണമെങ്കിലും പൊലിഞ്ഞു പോകാവുന്നതാണ്. ഇങ്ങനെ ഒരായുസ്ഥിരതയുമില്ലാത്ത മനുഷ്യൻ സുഖങ്ങൾക്ക് പിന്നാലെ പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴാണ് അവനെ മരണം പിടിപെടുക എന്ന് അവനറിയില്ല. ഇത് മനസ്സിലാക്കാതെ സുഖത്തിന് പിന്നാലെ ഓടി സ്വന്തം ജീവിതം നശിപ്പിക്കുന്നവനാണ് മനുഷ്യൻ. ഈ രാമന്റെ ഈ ഉപദേശം ഏത് കാലത്തും പ്രസക്തമാണ്. ഇക്കാലത്ത് അതിന് പ്രസക്തി കൂടുതലാണ്. കാരണം സുഖങ്ങൾക്ക് പിന്നാലെ പാഞ്ഞിട്ട് എത്ര സുഖ സൗകര്യങ്ങൾ കിട്ടിയാലും പോരാ 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 എന്ന് കരുതിയിട്ട് മയക്കുമരുന്നിലേക്ക് തിരിയുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത് അല്ലേ. അതുകൊണ്ട് എഴുത്തച്ഛൻ്റെ ഈ ഉപദേശം എല്ലാ കാലത്തും പ്രസക്തമാണ്. അടുത്തത്, വാതിൽക്കൽ നിൽക്കുന്ന ആ വൃദ്ധ അവരെ താനെന്ന് യഥാർത്ഥമായി കണ്ടിരിക്കുന്നു. മാഡം തലത്തല്ല, ലേഡിയല്ല, സാമൂഹ്യ പ്രവർത്തകയല്ല, അമ്മ, വെറും അമ്മ. വിശ്വരൂപം എന്ന കഥയുടെ ആശയം ആവിഷ്കരിക്കാൻ ഈ വാക്യങ്ങൾ എത്രത്തോളം ശക്തമാണ്? വളരെ ശക്തമാണ് അല്ലേ. കാരണം ഒരു സൊസൈറ്റി ലേഡി ആയിരുന്ന മാഡം തലത്ത് പാശ്ചാത്യ നാടുകളിലെ വിരുന്നുകളിൽ അലങ്കരിച്ച ഒരു ബൊമ്മ പോലെ ഒരു ഔപചാരികമായ ചിരിയോടുകൂടി പ്രത്യക്ഷപ്പെട്ടിരുന്ന ആ പ്രൗഢ വനിത
വളരെയധികം മാറിയിരിക്കുന്നു. ഭസ്മവും രുദ്രാക്ഷവുമായി ഒരു തപസ്വിനിയെ പോലെയുള്ള ഒരു പരിവർത്തനം അവരിൽ വന്നിട്ടുണ്ട്. പാശ്ചാത്യ സംസ്കാരത്തിന്റെ പിടിയിൽ നിന്നും എല്ലാം മാറി അവരൊരു തനി ഗ്രാമീണ വനിതയായി മാറിയിരിക്കുന്നു. എടുക്കുന്നതിലല്ല കൊടുക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരു ഭാരതീയ സ്ത്രീയായി അവർ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ അമ്മയായി മാറിയിരിക്കുന്നു. വെറും അമ്മ. അമ്മയുടെ പ്രത്യേകത എന്താ മക്കളെ? അമ്മമാർക്ക് ഏറ്റവും സന്തോഷം കൊടുക്കുന്നതിലാണ് അല്ലേ? അപ്പോൾ അവരുടെ വിശ്വരൂപം, ആ പാശ്ചാത്യ വനിതയെ പോലെ പെരുമാറിയിരുന്ന ആ സ്ത്രീയുടെ പരിണാമം, ആ മാറ്റം ഉണ്ടല്ലോ, ആ മാറ്റത്തിൽ അവരുടെ ഒരു വിശ്വരൂപം, അവരുടെ യഥാർത്ഥ രൂപം, അവരുടെ ഏറ്റവും മനോഹരമായ തേജസ്സുറ്റ രൂപമാണ് സുധീർ ദർശിക്കുന്നത്. ആ ഏറ്റവും തേജസ്സുറ്റ രൂപം എന്തിൻ്റെയായിരുന്നു? അമ്മയുടേതായിരുന്നു. അപ്പൊ അവർ വെറും അമ്മ മാത്രമായി മാറി എന്നുള്ള ആ വരികള് അവർക്ക് വന്നിരുന്ന പരിണാമം വ്യക്തമാക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ നിർബന്ധമായിട്ട് കൊടുക്കണം. കഥ ഒന്ന് ചെറുതാക്കി എഴുതണം, പിന്നെ ഞാൻ ഈ പറഞ്ഞതൊക്കെ എഴുതണം. ഓക്കെ, അടുത്തത് സംസാരകാരിണി ആയത് അവിദ്യയും സംസാരനാശിനി ആയത് വിദ്യയും. വിദ്യ, അവിദ്യ എന്നിവയെക്കുറിച്ചുള്ള എഴുത്തച്ഛന്റെ നിരീക്ഷണം വിശകലനം ചെയ്യുക. വിദ്യ എന്നാൽ യഥാർത്ഥ അറിവിനെയാണ് എഴുത്തച്ഛൻ സൂചിപ്പിക്കുന്നത്. നമ്മൾ പാഠ്യപുസ്തകങ്ങളിൽ പഠിക്കുന്ന സയൻസിനെയോ സാമൂഹ്യത്തിനോ കണക്കിനോ അല്ലാട്ടോ ഇവിടെ വിദ്യ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് അദ്ദേഹം യഥാർത്ഥമായ അറിവിനെയാണ് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥ അറിവ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ഈ ദേഹമല്ല, ദേഹമല്ലോർക്കിൽ ഞാൻ ആയതാത്മാവെന്ന് എന്നുള്ളതാണ് മോഹനാശിനിയായ വിദ്യ. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്ന അറിവാണ് യഥാർത്ഥ വിദ്യ. ആ യഥാർത്ഥ വിദ്യ ഉണ്ടായാൽ നമ്മുടെ ഈ സംസാര ദുഃഖങ്ങളെല്ലാം, അതായത് ഈ ലോകവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെല്ലാം ദുഃഖങ്ങളുണ്ടോ അതെല്ലാം നശിച്ചു പോകും, അതെല്ലാം ഇല്ലാതെയായി പോകും യഥാർത്ഥ അറിവ് കിട്ടിയാൽ. കാരണം നിങ്ങൾ ഓർത്ത് നോക്കൂ, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തോട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ? ഈ ശരീരം ഞാനാണെങ്കിലാണ് എനിക്ക് എല്ലാ ദുഃഖവും ഉള്ളൂ. ഈ ശരീരം ഞാനല്ലെങ്കിൽ, ഇത് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഉടുപ്പ് പോലെ മാത്രമേ ഉള്ളൂ എങ്കിൽ എനിക്ക് പിന്നെ എന്ത് ദുഃഖമാണുള്ളത്? സംസാര കാരിണിയായത് അവിദ്യയും. അവിദ്യ എന്ന് വെച്ചാൽ അറിവില്ലായ്മ എന്നർത്ഥം. അവിദ്യ എന്ന് വെച്ചാൽ ഈ ദേഹം ഞാനാണ് എന്ന ചിന്തയാണ് അവിദ്യ. അതിൽ നിന്നാണ് എല്ലാ ദുഃഖങ്ങളുടെയും കാരിണി എന്ന് വെച്ചാൽ കാരണം അല്ലെ? എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അതാണ്. അപ്പൊ വിദ്യയും അവിദ്യയും. വിദ്യ എന്താണ്? വിദ്യ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്ന ചിന്തയാണ്, അല്ലെങ്കിൽ അറിവാണ് പരമമായ വിദ്യ. ഒരാൾക്ക് വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ്, വിദ്യയുള്ള ആളാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അയാൾക്ക് ഈ അറിവുണ്ടാവണം, ഇത് ഞാൻ ശരീരമല്ല ആത്മാവാണെന്നുള്ളത്. വെറുതെ ഇന്റലക്ച്വലി അറിഞ്ഞാൽ പോരാ, അത് അയാളുടെ അനുഭവമായിരിക്കണം. ഓക്കെ, നേരെ മറിച്ച് അവിദ്യ എന്ന് വെച്ചാൽ എന്താ? വിവരക്കേട് എന്താ? ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ചിന്ത. ഇതാണ് വിദ്യയും അവിദ്യയും. അതിൽ വിദ്യ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഈ ശരീരം മൂലം ഉണ്ടാകുന്ന ഈ സംസാരം മൂലം, സംസാരം എന്ന് വെച്ചാൽ ലോകം എന്നർത്ഥം, നമ്മുടെ ഈ വർത്തമാനമല്ല ഇവിടുത്തെ സംസാരം, ലോകം. ഈ ലോകത്തിൽ നിന്ന് നമുക്കുണ്ടാവുന്ന എല്ലാ ദുഃഖവും അതോടുകൂടി ഇല്ലാതാവും. നേരെ മറിച്ച് ഞാൻ ദേഹമാണെന്ന് ചിന്തിച്ചാലോ ഈ ലോകം മൂലമുള്ള എല്ലാ ദുഃഖങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, രാജാവ്: എൻ്റെ മനോവിചാരം പൂർണ്ണമായി സിദ്ധിച്ചു. ശകുന്തള: ദൈവം മത്സരം വിട്ട് എൻ്റെ നേരെ കരുണ ചെയ്തു എന്ന് തോന്നുന്നു. സംഭാഷണം വിശകലനം ചെയ്ത് കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ വ്യക്തമാക്കുക. എന്താണ്? ദുഷ്യന്തൻ ശകുന്തളയെ പിരിഞ്ഞ വ്യഥയിലായിരുന്നു അല്ലെ? ഒരു മുദ്രമോതിരം കൊടുത്തു പോയതിന് ശേഷം അതുകൊണ്ട് ഉപകാരമൊന്നും ഉണ്ടായില്ല അല്ലെ? കഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. വിധിയുടെ വിളയാട്ടം കാരണം സ്വന്തം ഭാര്യയെയും മകനെയും പിരിയേണ്ടി വന്ന വലിയ വിഷമമുള്ള അവസ്ഥയിലാണ് ദുഷ്യന്തൻ ഇരിക്കുന്നത്. അപ്പോഴാണ് ദുഷ്യന്തൻ കാട്ടിൽ ചെല്ലുകയും കൊച്ചുകുട്ടി, സിംഹത്തിന്റെ പല്ലുകൾ എണ്ണുന്ന കൊച്ചുകുട്ടിയെ കാണുകയും ചെയ്തത്. ഈ സമയത്ത് ദുഷ്യന്തന് വല്ലാത്ത സ്നേഹം ഈ കുഞ്ഞിനോട് തോന്നുന്നു. പിന്നീട് കുഞ്ഞിന്റെ കൂടെയുള്ള തപസ്സികളുടെ സംസാരത്തിൽ നിന്ന് ഈ കുഞ്ഞ് എൻ്റെ കുഞ്ഞായിരിക്കുമോ എന്നൊരു ശങ്ക ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ വന്നു അല്ലെ? ഈ കുഞ്ഞ് എൻ്റെ കുഞ്ഞായിരിക്കുമോ എന്നുള്ളൊരു ശങ്ക. അതിനുശേഷം പല സൂചനകളിൽ നിന്നും ശകുന്തലാസ്യം കണ്ടോ എന്ന് ഒരു മുനികുമാരി കുട്ടിയോട് ചോദിക്കുമ്പോൾ ശകുന്തലാസ്യം എന്ന വാക്ക് ശകുന്തള എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിന് അമ്മ എവിടെ എന്ന് കുട്ടി ചോദിക്കുമ്പോൾ കുഞ്ഞിന്റെ അമ്മയുടെ പേര് ശകുന്തള എന്നാണ് എന്ന് ദുഷ്യന്തൻ മനസ്സിലാക്കുകയാണ് അല്ലെ? അപ്പോൾ ഇത് എൻ്റെ മകൻ തന്നെ ആയിരിക്കുമോ, അപ്പൊ ഇനി ശകുന്തളയെ കാണാൻ പറ്റുമോ എന്നുള്ള ഒരു വിചാരം, ഒരു ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു. അതേസമയം
ശകുന്തള എന്താ വിചാരിക്കുന്നത്? ശകുന്തള വരുമ്പോൾ, ദുഷ്യന്തനെ കാണുമ്പോൾ, ദൈവം മത്സരം വിട്ട് എൻ്റെ നേരെ കരുണ ചെയ്തു. ഓ, ഇത്ര കാലം ഞാൻ അനുഭവിച്ചു അല്ലേ, മുദ്രമോതിരം കൊണ്ടു ചെന്നിട്ട് പോലും അല്ലേ, മുദ്രമോതിരം ഉണ്ടായിട്ട് പോലും എന്നെ ഓർക്കാതിരുന്ന എൻ്റെ ദുഷ്യന്തൻ ഇപ്പോൾ എന്നെ മനസ്സിലാക്കും, എന്നെ അദ്ദേഹം സ്വീകരിക്കുമെന്നൊരു പ്രതീക്ഷ ശകുന്തളയുടെ മനസ്സിലും. അപ്പൊ രണ്ട് കഥാപാത്രങ്ങളുടെയും മനസ്സിൽ എങ്ങനെയാണ് അപ്രിയ സമാഗമം സംഭവിക്കുമോ എന്ന ആശങ്ക. ദുഷ്യന്തനെ എനിക്ക് വീണ്ടും തിരിച്ചു കിട്ടുമോ എന്ന് ശകുന്തളയും, ശകുന്തളയെ തനിക്ക് കിട്ടുമോ എന്ന് ദുഷ്യന്തനും ശങ്കിച്ചു നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തത്, ഴാങ്വാങ് കണ്ണു രണ്ടും ഇഴിഞ്ഞുപോയി. മനുഷ്യനെ കൊണ്ട് പറഞ്ഞറിയിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ഭാവവിശേഷത്തോടുകൂടി അയാൾ വന്ധ്യനായ മെത്രാനെ തുറച്ചു നോക്കി. അടിവരയിട്ട പ്രയോഗങ്ങൾ സന്ദർഭത്തിന് നൽകുന്ന ആശയഭംഗി എന്താണ്? കണ്ണ് രണ്ടും ഇഴിഞ്ഞുപോയി. മനുഷ്യനെ കൊണ്ട് പറഞ്ഞറിയിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ഭാവം. അതിൻ്റെ ആശയഭംഗി എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ ഇന്നോളം കരുണ, സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആളായിരുന്നു ഴാങ്വാങ്. ഒരു കഷ്ണം റൊട്ടി വിശപ്പ് മാറ്റാൻ വേണ്ടി മോഷ്ടിച്ചപ്പോൾ അനേക വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അല്ലേ. അങ്ങനെയുള്ള അദ്ദേഹമാണ് കരുണയുടെ മൂർത്തിഭാവമായ മെത്രാനെ കാണുന്നത്. വിളക്കുകാലുകൾ മെത്രാനിൽ നിന്ന് മോഷ്ടിച്ചു പോയ ഴാങ്വാങ്ങിനെ പോലീസുകാർ പിടിച്ചെങ്കിലും, അയ്യോ ഇത് ഞാൻ അദ്ദേഹത്തിന് സമ്മാനമായി കൊടുത്തതാണ്, ഇത് അദ്ദേഹം കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞ മെത്രാനെ കണ്ടപ്പോൾ സത്യത്തിൽ ആ കരുണയുടെ മുമ്പിൽ തന്നോട് ഒരാൾ ഇത്രയധികം കരുണ കാണിക്കുമെന്ന് വിശ്വസിക്കാനാവാതെ ഴാങ്വാങ് നിന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ കറക്റ്റായിട്ട് സൂചിപ്പിക്കാൻ, ശരിയായി സൂചിപ്പിക്കാൻ ആ മിഴി രണ്ടും മിഴിഞ്ഞുപോയി അല്ലേ, കണ്ണ് രണ്ടും മിഴിഞ്ഞുപോയി, പറഞ്ഞറിയിക്കാനാവാത്ത ഭാവത്തോടെ നോക്കി എന്നുള്ള വാക്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത്, ശകുന്തള മുദ്രമോതിരം നോക്കിയിട്ട്, ആര്യപുത്ര ഇത് ആ മോതിരമല്ലേ? അതെ, ഈ മോതിരം കണ്ടിട്ടാണല്ലോ എനിക്ക് നിന്നെ ഓർമ്മ വന്നത്. അഭിജ്ഞാന ശാകുന്തളത്തിന്റെ നാടകീയത നിലനിർത്തുന്നതിൽ മുദ്രമോതിരത്തിന്റെ സ്ഥാനം എന്ത്? തന്നിട്ടുള്ള സന്ദർഭങ്ങളും കഥാഗതിയും വിശകലനം ചെയ്യുക. നിങ്ങൾ കഥയൊന്ന് ആദ്യം തൊട്ട് പറയേണ്ടി വരും ഇതിന് വേണ്ടിയിട്ട് കേട്ടോ. ഇൻട്രൊഡക്ഷൻ പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇൻട്രൊഡക്ഷൻ? ഇന്ത്യയുടെ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്ന കാളിദാസിന്റെ കൃതിയാണ് അഭിജ്ഞാന ശാകുന്തളം. ലോകത്തിലുള്ള ഏത് സാഹിത്യകൃതിയേക്കാളും മികച്ചു നിൽക്കുന്ന ഒരു കൃതിയാണ് അഭിജ്ഞാന ശാകുന്തളം. ഇത് ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും കഥ പറയുന്നു. ഓക്കെ, അടുത്തത് നിങ്ങൾ കഥയൊന്ന് ചുരുക്കി പറയണം. എന്താണ് കഥ? കഥ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. കണ്ണമുനിയുടെ വളർത്തുമകളായിരുന്ന ശകുന്തളയെ കാട്ടിൽ നായാട്ടിന് വരുന്ന ദുഷ്യന്തൻ എന്ന രാജാവ് കണ്ട് ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിക്കുന്നു. ഗാന്ധർവ വിധിപ്രകാരം എന്ന് വെച്ചാൽ അച്ഛനെയോ അമ്മയെയോ അറിയിക്കാതെയുള്ള വിവാഹമാണ്. അതിനുശേഷം അപ്പോൾ കണ്ണുമുനി ഉണ്ടായിരുന്നില്ല ആശ്രമത്തിൽ, അദ്ദേഹം യാത്ര പോയിരിക്കുകയായിരുന്നു. കുറച്ചുനാൾ ശകുന്തളയോടൊപ്പം പാർത്ത ശേഷം ദുഷ്യന്തൻ തിരിച്ചു തൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. രാജകാര്യങ്ങൾക്ക് വേണ്ടി കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ ശകുന്തളയ്ക്ക് ഒരു മോതിരം സമ്മാനിച്ചിട്ടാണ് പോയത്. ഇനി വരുമ്പോൾ, എന്നെ കാണാൻ വരുമ്പോൾ ഈ മോതിരവും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ദുഷ്യന്തൻ പോയതിന് ശേഷം ദുഷ്യന്തനെ തന്നെ ഓർത്തിരുന്ന ശകുന്തളയെ ഒരു മുനി ശപിക്കാനിടയായി. കാരണം മുനിയെ കണ്ടപ്പോൾ, മുനിയുടെ വരവ് ശകുന്തള അറിഞ്ഞില്ല, ആശ്രമത്തിലേക്കുള്ള വരവ്. അപ്പോൾ മുനിയെ വേണ്ടയത്ര ബഹുമാനിച്ചില്ല എന്നതുകൊണ്ട്, നീ ആരെ ഓർത്താണോ ഇരിക്കുന്നത്, എന്നെ ബഹുമാനിക്കാതിരുന്നത് അല്ലെ, ആരുടെ ഓർമ്മയിൽ മുഴുകിയിരുന്നിട്ടാണോ നീ ഈ മുനിയെ വേണ്ടയത്ര ബഹുമാനിക്കാതിരുന്നത്, അയാൾ നിന്നെ മറന്നുപോട്ടെ എന്നൊരു ശാപം കൊടുത്തു. അതിനുശേഷം മുനിയൊക്കെ തിരിച്ചു പോയതിനു ശേഷം കണ്ണുമുനി വരും. പക്ഷെ ശകുന്തള ഗർഭിണിയാകും. ശകുന്തള ഞാനിങ്ങനെ ഒരാളെ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കണ്ണുമുനി, അന്നത്തെ കാലത്ത് അത്ര പ്രശ്നമൊന്നുമില്ലാത്ത കാര്യമാണ് കേട്ടോ മക്കളെ. അപ്പോൾ കണ്ണുമുനി ശകുന്തളയെ തിരിച്ച് ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുന്നു. പക്ഷേ അവിടെ എത്തിയ ദുഷ്യന്തൻ ഈ ശാപം കാരണം തിരിച്ചറിയുന്നില്ല ശകുന്തളയെ. എനിക്ക് നിന്നെ അറിയില്ല, ഞാൻ നിന്നെ ഗന്ധർവ വിധിപ്രകാരം ഒന്നും വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ശകുന്തളയെ വളരെയധികം അപമാനിച്ച് തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അപമാനിച്ച് തിരിച്ചയക്കുന്ന ശകുന്തളയാണ് ഇവിടെ മരീചന്റെ കശ്യപ മഹർഷിയുടെ ആശ്രമത്തിലെത്തിയിട്ട്, ആദ്യം കണ്ണുമുനിയുടെ ആശ്രമത്തിലായിരുന്നു അല്ലേ, പക്ഷെ പിന്നീട് തിരിച്ചെത്തുന്നത് കശ്യപ മഹർഷിയുടെ ആശ്രമത്തിലാണ്. അവിടെ താമസിച്ച് മകനെ പ്രസവിച്ച് വളർത്തുകയാണ്. ഈ സമയത്ത്
ശകുന്തള കൊട്ടാരത്തിലേക്ക് ദുഷ്യന്തനെ കാണാൻ പോകുമ്പോൾ ഒരു പുഴയിൽ ഇറങ്ങിയിട്ട് കൈയും മുഖവും കഴുകുന്നുണ്ട്. ആ സമയത്ത് മോതിരം കയ്യിൽ നിന്ന് ഊരിപ്പോകുന്നു. ഈ മോതിരം ഒരു മീൻ വിഴുങ്ങുന്നു. ഈ മീനിനെ പിടിക്കുന്ന മുക്കുവൻ ഈ മീൻ മുറിച്ചപ്പോൾ മോതിരം കിട്ടി. ഈ മോതിരം രാജാവിന്, നല്ല മോതിരമാണ്, വില പിടിച്ച മോതിരമാണ് അല്ലെ, രാജാവിന് കാഴ്ചവെക്കുന്നുണ്ട്. ഈ മോതിരം കണ്ടപ്പോൾ ദുഷ്യന്തന് ശകുന്തളയെ ഓർമ്മ വന്നു എന്നുള്ളതാണ്. അപ്പോൾ നാടകീയമായ സന്ദർഭം കണ്ടോ അല്ലെ. ഈ മോതിരവും പിടിച്ചാണ് ദുഷ്യന്തൻ വീണ്ടും കാട്ടിലേക്ക് എത്തുന്നതും കാട്ടിൽ വെച്ച് സിംഹക്കുട്ടിയുടെ പല്ലുകൾ എണ്ണുന്ന ഒരു കൊച്ചുകുട്ടിയെ കാണുന്നതും. അപ്പൊ ഈ കൊച്ചുകുട്ടിയോട് ദുഷ്യന്തന് വളരെയധികം സ്നേഹം തോന്നുന്നുണ്ട്. പിന്നീടുള്ള സന്ദർഭങ്ങളൊക്കെ നിങ്ങൾ എഴുതിയേക്കുക ഉണ്ടല്ലോ അല്ലെ, നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. കുട്ടി ആരാണെന്ന് അന്വേഷിക്കുന്നുണ്ട്, പുരുവംശത്തിലെ ആണെന്ന് തിരിച്ചറിയുന്നുണ്ട്. കുട്ടിയുടെ കയ്യിൽ കെട്ടിയ രക്ഷ അഴിഞ്ഞു പോകുമ്പോൾ അത് എടുക്കുന്നു. അച്ഛനല്ലാതെ വേറെ ആരെടുത്താലും രക്ഷ പാമ്പായി വന്ന് കൊത്തേണ്ടതാണ്, പക്ഷെ കൊത്തിയില്ല. ഈ കാര്യം മുനികുമാരി പറഞ്ഞറിയുമ്പോൾ ദുഷ്യന്തന് ആശ്ചര്യം വരുന്നതും പിന്നീട് ശകുന്തള വരുന്നതും ആ കഥയൊക്കെ നിങ്ങളങ്ങ് ചുരുക്കി എഴുതുക കേട്ടോ. അതിനുശേഷം ദുഷ്യന്തൻ ഈ മോതിരം, ശകുന്തളയെ തിരിച്ചറിഞ്ഞപ്പോൾ ഈ മോതിരം കയ്യിൽ അണിയിക്കുകയാണ് ശകുന്തളയുടെ. അപ്പൊ മോതിരം ഒരു കഥാപാത്രമായിട്ട് കഥയിൽ ഉടനീളം ഉണ്ട്. നാടകീയതയ്ക്ക് വളരെയധികം മാറ്റുകൂട്ടാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ കഥാഗതി വിശകലനം ചെയ്യാനേ കൊടുത്തേക്കണം. അപ്പൊ ഈ കഥ ചുരുക്കി എഴുതണം കേട്ടോ മക്കളെ. ഓക്കെ, അടുത്തത് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ് കേട്ടോ 6 മാർക്കിന്റെ ചോദ്യം. ഞാനൊരു ആശ്രിതയാവാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്നുമില്ലെങ്കിലും ഞാനായി മരിക്കട്ടെ. മേഡം താലത്ത് മരിച്ചുപോയി മോനെ. ഇത് അമ്മയാണ്, താഴത്തു വീട്ടിൽ കുഞ്ഞിക്കുട്ടിയമ്മ. ശാസിക്കുകയും ലാളിക്കുകയും കൂട്ടുകൂടുകയും വേണം. എങ്കിലേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഭാഗവുമാകൂ. വിശ്വരൂപം. തന്നിട്ടുള്ള സൂചനകളും കഥയിലെ സന്ദർഭങ്ങളും പ്രയോജനപ്പെടുത്തി മേഡം താലത്തിന്റെ കഥാപാത്ര നിരൂപണം. മക്കളെ, ഞാനത് പ്രത്യേകം പറയേണ്ടതില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് നേരം നമ്മൾ മേഡം താലത്തിനെ കുറിച്ച് പറഞ്ഞു പോയി അല്ലേ. ഇൻട്രൊഡക്ഷൻ എഴുതാൻ ലളിതാംബിക അന്തർജനത്തിന്റെ കഥയാണ് വിശ്വരൂപം. അതിൽ ഒരു കാലത്ത് പാശ്ചാത്യ നാടുകളിൽ വിരുന്നുകളിൽ തിളങ്ങി നിന്നിരുന്ന ഒരു പ്രൗഢ വനിത കേരളത്തിലേക്ക് എത്തുകയും പിന്നീട് സ്വന്തം തറവാട്ടിൽ തനിയൊരു ഭാരതീയ സ്ത്രീയായി പരിണാമം സംഭവിക്കുകയും ചെയ്യുന്ന കഥയാണ് അല്ലെ. ഒരു ഭാരതീയ സ്ത്രീത്വത്തിന്റെ മഹത്വം അല്ലെ, വിശ്വരൂപം എടുത്തു കാണിക്കുന്ന കഥയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ വിശ്വരൂപം. ഇങ്ങനെയുള്ള ഇൻട്രൊഡക്ഷൻ മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. അതിനുശേഷം അവർക്ക് വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എന്താന്ന് മറ്റു ക്വസ്റ്റ്യൻസിൽ ഞാൻ ഇഷ്ടം പോലെ പ്രാവശ്യം പറഞ്ഞു. ഇനിയും അത് ഞാൻ റിപ്പീറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെ. ആ കഥ അങ്ങനെ എഴുതി വെച്ചേക്ക്, അവർക്ക് എന്തൊക്കെ മാറ്റം വന്നു എന്നുള്ളത്. ഓക്കെ, അടുത്ത് കുറ്റം പുറത്തു കൊടുക്കുകയാണ് കുറ്റവാളിയുടെ മനസ്സ് മാറ്റാൻ ഏറ്റവും നല്ല മാർഗം. ഈ അടിസ്ഥാനത്തിൽ പാവങ്ങൾ എന്ന നോവൽ ഭാഗം വിശകലനം ചെയ്യുക. ഒരു താഴെ കൊടുത്തിരിക്കുന്ന സന്ദർഭങ്ങളും കൂടി പ്രയോജനപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നത് മെത്രാൻ അദ്ദേഹത്തോട് പറയുന്നതാണ്, ഴാങ് വാങ് ഴാങ്ങിനോട്. ഇതും ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞതാണ്. ഴാങ് വാങ് ഴാങ്ങിന്റെ അവസ്ഥയൊക്കെ പറഞ്ഞു. അതിനു മുമ്പ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എന്താണ്, വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവൽ അല്ലേ, കുറ്റവാളിക്ക് മാപ്പ് കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു നോവലാണ്. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് വാങ് ഴാങ്ങിന്റെ അവസ്ഥ എത്രയോ പ്രാവശ്യം പറഞ്ഞു ഇല്ലേ. പട്ടിണി മാറ്റാനായിട്ട് റൊട്ടി മോഷ്ടിച്ചതിന്റെ പേരിൽ അനേക വർഷങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരുന്നു. തിരിച്ചു വരുന്നു. ഒരു മെത്രാൻ പാവം തോന്നിട്ട് കിടക്കാൻ ഇടവും ഭക്ഷണം കൊടുക്കുന്നു. ആ മെത്രാന്റെ കയ്യിൽ നിന്ന് തന്നെ വെള്ളിക്കാലുകളും മെഴുകുതിരിക്കാലുകളും മോഷ്ടിച്ചു പോകുന്നു. പോലീസ് പിടിക്കുന്നു. പോലീസ് പിടിച്ചു കൊണ്ടുവരുമ്പോൾ എന്താ പറയണത്, ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തന്നതാന്ന് പറയുന്നു അല്ലേ. ഈ സന്ദർഭം എഴുതി വെക്കുക. അപ്പോൾ അത്രയും കരുണ തന്നോട് കാണിച്ചതിന് പ്രതി ഴാങ് വാങ് ഴാങ്ങിന് ഉണ്ടാവുന്ന മനപരിവർത്തനം. ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു. അടിപൊളിയായിട്ട് അങ്ങോട്ട് എഴുതിയേക്കാം കേട്ടോ. അടുത്തത് നിങ്ങൾക്ക് പുറമേ നിന്ന് വന്നിട്ടുള്ളതായിരിക്കും. കഥാപാത്രം പട്ടികപ്പെടുത്താനാണ് അടുത്തത്. ഇത് നിങ്ങൾ തനിയെ ചെയ്താൽ മതി, കാരണം ഇത് 1ാം ക്ലാസ്സുകാർക്ക് കൊടുക്കുന്ന പോലത്തെ കഥാപാത്രം ഇന്ന കൃതിയിലത്തെ എന്ന് തനിയെ അങ്ങോട്ട് പൂരിപ്പിച്ചേക്കാം. ഓക്കെ, അടുത്തത് അടിവരയിട്ട പദത്തിന്റെ അർത്ഥവ്യത്യാസം നോക്കൂ. മിസ്സിസ് താലത്ത് ധാർമ്മികരുടെ താളത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. അയാൾ പുഴയിലേക്ക് വഴുതി വീഴുകയായിരുന്നു. എന്താ ഈ വഴുതി വീഴുക എന്നുള്ളതിന്? ഓർമ്മകളുടെ താളത്തിലേക്ക് വഴുതി വീഴലും പുഴയിലേക്ക് വഴുതി വീഴലും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഓർമ്മകളുടെ താഴത്തിലേക്ക് വഴുതി വീഴുക എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം ഓർമ്മയിലേക്ക് മനസ്സ് ചാഞ്ഞു പോവുക. മറ്റേത് പുഴയിലേക്ക് വഴുതി വീഴുക എന്ന് വെച്ചാൽ ബൈ ചാൻസ് കാല് വഴുക്കിയിട്ട് ഒരാൾ വീഴുക അല്ലെ. അപ്പോൾ അതൊന്ന് മനസ്സിന്റെ ലയത്തെയും മറ്റൊന്ന് ശരീരത്തിന്റെ പതനത്തെയും സൂചിപ്പിക്കുന്നു. അടുത്തത്
രാജ്യധർമ്മത്തെ പറ്റി ഭാരതീയർക്കുണ്ടായിരുന്ന ഉജ്ജ്വലാശയങ്ങൾ ഈ വാക്യത്തിൽ ഉടനീളം പ്രകാശിച്ചു നിൽക്കുന്നു. അടിവരെ ഇട്ടിരിക്കുന്ന പദം വിഗ്രഹിച്ച് എഴുതുക. ഉജ്ജ്വലാശയങ്ങൾ എന്നുള്ളത് എങ്ങനെയാണ്? ഉജ്ജ്വലമായ ആശയങ്ങൾ. ഉജ്ജ്വലാശയങ്ങൾ, ഉജ്ജ്വലമായ ആശയങ്ങൾ. അപരിചിതന്റെ സംഭാഷണം ഒരു കൊക്കിനെ പോലെ, ഒരു കൊലക്കയറിനെ പോലെ വെള്ളായിയപ്പന്റെ കഴുത്തിൽ ചുറ്റുമുറുകി. ഈ പ്രയോഗം സന്ദർഭത്തിന് നൽകുന്ന ഭാവതീവ്രത നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ? മകൻ മരിക്കാൻ നിൽക്കുകയാണ്. മരിക്കാൻ പോകുന്ന മകനെ കാണാൻ വേണ്ടി തീവണ്ടി ആപ്പീസിൽ വെയിറ്റ് ചെയ്യുന്ന, കാത്തിരിക്കുന്ന വെള്ളായിയപ്പനോട് അനാവശ്യമായ ചോദ്യങ്ങളാണ് അപരിചിതർ ചോദിക്കുന്നത്. കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദുഃഖം വർദ്ധിക്കുന്നു അല്ലെ? ദുഃഖ തീവ്രത കൂടുന്നു, അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്നു. അടുത്തത് ഏതെങ്കിലും 5 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. 4 മാർക്ക് വീതം കേട്ടോ. വാളും ബയണറ്റും കൈവിലങ്ങും ഭിത്തിയിൽ കിടന്ന് ഭീകരതയോടെ മിന്നുന്നുണ്ടായിരുന്നു. അതിന്റെ കഠിനമായ തിളക്കവും സ്റ്റേഷനിൽ നിന്നിരുന്ന പോലീസുകാരുടെ ക്രൂര മുഖഭാവവും എന്നെ വല്ലാതെ പേടിപ്പെടുത്തി. നരകത്തിന്റെ ഒരു ഓർമ്മയാണ് എനിക്ക് വന്നത്. നരകത്തിന്റെ ഒരു ഓർമ്മ എന്ന പ്രയോഗത്തിന്റെ ഔചിത്യം വിലയിരുത്തുക. എന്താ നരകത്തിന്റെ ഓർമ്മ എന്ന് വെച്ചാൽ? എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത്, അതിനെയാണ് നമ്മൾ നരകം എന്ന് പറയുന്നത് അല്ലേ? നരകം എന്നൊരു പ്രയോഗം, സത്യത്തിൽ നരകം എന്നുള്ള പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നത്? നമ്മൾ മരിച്ചിട്ട് പോയിട്ട് കിട്ടുന്ന നമ്മുടെ പീഡനങ്ങളെയാണോ? അതല്ല, നമ്മൾ കഴിഞ്ഞു പോകുന്ന ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ നരകം എന്ന് സൂചിപ്പിക്കുക അല്ലെ? അപ്പൊ നരകത്തിന്റെ ഓർമ്മ എന്ന പ്രയോഗത്തിന്റെ ഔചിത്യം എന്ന് വെച്ചാൽ എന്തെല്ലാം ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഓർമ്മകളിലൂടെ നമ്മൾ കടന്നു പോകുന്നതിനെയാണ് ആ ഒരു വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇനി ഇൻട്രൊഡക്ഷനും എല്ലാം എഴുതിയിട്ട് നിങ്ങൾ എഴുതിക്കൊള്ളുക. ഓക്കെ. അടുത്തത്, കൃശമായ ശരീരം, നെറ്റിയിൽ ഭസ്മക്കുറി, കഴുത്തിൽ രുദ്രാക്ഷമാല. മാഡം മിസ്സിസ് താലത്തിനെ കുറിച്ച്, താലത്തിന് വന്നു ചേർന്ന മാറ്റങ്ങളെക്കുറിച്ച് കഥാപാത്ര നിരൂപണം പലതവണ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ, അത് മതി. അടുത്തത്, ചൂടെ കൊടുത്തിരിക്കുന്ന വരികൾ വിശകലനം ചെയ്ത് ജീവിത ദർശനങ്ങൾ അവതരിപ്പിക്കുന്നതിന് കവി സ്വീകരിച്ചിട്ടുള്ള സദൃശ്യ കൽപ്പനകൾ എത്രമാത്രം സമർത്ഥമാണ്? വന്യസന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യ ജീവിതം ക്ഷണഭംഗുരം, നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. ഇൻട്രൊഡക്ഷൻ എഴുതണമെന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ? അധ്യാത്മരാമായണം കിളിപ്പാട്ട്, എഴുത്തച്ഛൻ്റെ രാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയപ്പോൾ ലക്ഷ്മണൻ കോപാക്രാന്തനായപ്പോൾ സമാധാനിപ്പിക്കാൻ പറയുന്ന വരികൾ ഇതൊക്കെയാണ്. മനുഷ്യ ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ് ശ്രീരാമൻ ലക്ഷ്മണന്. ചുട്ടുപഴുത്ത ലോഹത്തിന്റെ മുകളിൽ ഒരു വെള്ളത്തുള്ളി അല്ലെ, ഒരു തുള്ളി വെള്ളം വീണാൽ അത് പെട്ടെന്ന് ആവിയായി പോകും. ഇതുപോലെ പെട്ടെന്ന് തീർന്നു പോകുന്നതാണ് നമ്മുടെയൊക്കെ ആയുസ്. ഇനി നദിയിലൂടെ ഒഴുകിപ്പോകുന്ന മരക്കഷ്ണങ്ങൾ നദിയുടെ വേഗത്തിനനുസരിച്ച്, നദിയുടെ ഗതിക്കനുസരിച്ചാണ് ഒഴുകുക. രണ്ട് തടിക്കഷ്ണങ്ങൾ ഇന്ന് ചേർന്നൊഴുകിയിരുന്നെങ്കിൽ നദിയുടെ ഗതി മാറുന്നതിനനുസരിച്ച് അവ വേറെ വേറെ വഴിക്ക് തിരിഞ്ഞൊഴുകിപ്പോകും. ഇതുപോലെയാണ് ആലയ സംഗമം, നമ്മുടെ വീട്ടുകാരുമായി നമുക്കുള്ള ബന്ധം. നമ്മുടെ ജീവിത നദിയുടെ ഗതി മാറുന്നതിനനുസരിച്ച് നമ്മളെല്ലാം പല പല വഴിക്ക് പിരിഞ്ഞു പോകും അല്ലെ? പെർമനന്റ് ആയിട്ടുള്ള ഒരു ബന്ധം നമുക്ക് ഒന്നിനോടുമില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഈ 2 വരികളുടെ അർത്ഥം അതാണ്. അത് 2 എഴുതി വെച്ചിട്ട് പിന്നെ നമുക്ക് ലക്ഷ്മണോപദേശത്തിൽ കൊടുത്തിട്ടുള്ള വരികൾ നിങ്ങൾക്ക് അറിയാലോ, അതെല്ലാം എഴുതി വെച്ച് ഫില്ല് ചെയ്തേക്കാം, മാർക്ക് മേടിക്കാം. ഓക്കെ. അടുത്തത്, പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ, കേണുവാണിവിടെ ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കൽ ഈശ്വരൻ. നളിനിക്ക് ദിവാകരനോടുള്ള സ്നേഹത്തിന്റെ സവിശേഷത വെളിവാക്കുന്ന സവിശേഷ പ്രയോഗങ്ങൾ ഏതൊക്കെയാണ്? ആദ്യമായിട്ട് നളിനി ദിവാകരൻ, ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ എഴുതണം കേട്ടോ, എങ്ങനെയൊക്കെയാണ് നളിനി കഷ്ടപ്പെട്ട് കണ്ടെത്തിയതെന്ന്. ആ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം നളിനിക്ക് ദിവാകരനോട് എന്തോരം സ്നേഹം ഉണ്ടെന്ന്. പിന്നെ നളിനിയുടെ വാക്കുകളിൽ നിന്ന് അതൊക്കെ എങ്ങനെയാണ് പ്രകടമാകുന്നത്? നളിനി ദിവാകരനോട് പറയുന്ന ഓരോ വാക്കിലും അത് സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം എന്തെന്നാ പറയുന്നത്? എത്ര കാലമായി അങ്ങയെ ഒന്ന് ജീവനോടെ കാണാൻ ഞാൻ കൊതിക്കുന്നത് അല്ലെ? ഇന്ന് അങ്ങയെ ജീവനോടെ ഒന്ന് കണ്ടതുകൊണ്ട് ഞാൻ തൃപ്തയായി. അങ്ങ് തപസ് ചെയ്തിരുന്ന കാലത്ത് ഞാനും സന്യസിച്ചു. എങ്ങനെ? ഞാൻ അങ്ങയെ ഓർത്താണ് തപസ് ചെയ്തത്. ഇന്ന് അങ്ങയെ ഞാൻ കണ്ടല്ലോ, ധന്യയായി എൻ്റെ ജീവിതം. അങ്ങ് എന്നെ ഓർത്താലും ഇല്ലെങ്കിലും അല്ലേ, ധന്യയായി സപതി കാണുക മൂലം അങ്ങ് എന്നെ ഓർക്കിലും ഓർത്തിടായെങ്കിലും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ. അങ്ങ് എന്നെ ഓർക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങയെ ഒരു നോക്ക് കണ്ടതുകൊണ്ട് ഞാൻ ധന്യയായി.
അതുകൊണ്ട് ജീവനോടെ അങ്ങയെ ഒന്ന് കാണാൻ സാധിച്ചതുകൊണ്ട് എൻ്റെ ജന്മം സഫലമായി. കാരണം ഒരുപാട് കാലം നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ ആഗ്രഹം സാധിച്ചു തരാതിരിക്കില്ല. ഇങ്ങനെയാണ് നളിനി പറയുന്നത്. ഇനി അങ്ങ് എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അങ്ങയ്ക്ക് പണ്ട് വളരെ പ്രിയങ്കരിയായിരുന്ന നളിനിയാണ് ഞാൻ. ഇങ്ങനെയൊക്കെ നളിനി ദിവാകരനോട് പറയുമ്പോൾ നളിനിയുടെ സ്നേഹം നമുക്ക് വ്യക്തമാകും. ആദ്യത്തെ പാരഗ്രാഫിൽ സന്ദർഭം, ഇൻട്രൊഡക്ഷൻ എഴുതുക അല്ലേ, നളിനി എങ്ങനെ കണ്ടെത്തി എന്നുള്ള ഇൻട്രൊഡക്ഷൻ. രണ്ടാമത്തെ പാരഗ്രാഫിൽ നളിനി ദിവാകരനോട് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുവോ അതെല്ലാം എഴുതുക, അതിലെല്ലാം സ്നേഹമുണ്ട്. ഓക്കെ, അടുത്തത്. കാരണവരെ കട്ടാ മതി, ജയിലിലെത്തിച്ചേരാം. എങ്ങട്ടാ ഈ രാവിലെ? ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരൻ്റെ മുമ്പിൽ നിന്നു. വെള്ളായപ്പൻ വിങ്ങി. വെള്ളായപ്പനോടുള്ള നാഗരിക സമൂഹത്തിന്റെ മനോഭാവം അല്ലെ, ഈ മനോഭാവത്തോടുള്ള നിങ്ങളുടെ പ്രതികരണമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വെള്ളായപ്പൻ മകനെ കാണാൻ തീവണ്ടി ആപ്പീസിൽ അല്ലെ, തീവണ്ടി കയറിയിട്ട് ഇറങ്ങി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ഈ പാവത്തിന് ജയിലിലേക്ക് പോകാനുള്ള വഴി അറിയുന്നില്ല. അപ്പൊ ചോദിക്കുകയാണ് ജയിലിലേക്ക് എങ്ങനെയാ പോവാന്ന്. അപ്പൊ ആൾക്കാർ കളിയാക്കിയിട്ട് പറയാണ്, ജയിലിലേക്കുള്ള വഴിയും ചോദിച്ച് വന്നിരിക്കുക രാവിലെ, നിങ്ങൾ വല്ലതും കട്ടാൽ മതി, നിങ്ങളെ ജയിലിൽ കൊണ്ടാക്കി തരുന്നത്. ഈ ഒരു മനോഭാവം, അതായത് ചോദിക്കുന്ന ആളുടെ മനസ്സിൽ എന്താണ് കഴിയുന്നതെന്ന് അറിയാതെ എല്ലാം തമാശയാക്കി കളിയാക്കാൻ ഒരുങ്ങുന്ന നമ്മുടെയൊക്കെ ഒരു മനോഭാവം ഉണ്ടല്ലോ, നാഗരിക സമൂഹത്തിന്റെ മനോഭാവമാണത്. ഗ്രാമീണരത് ചെയ്യുന്നില്ല അല്ലെ. ഗ്രാമത്തിൽ എല്ലാവരും വെള്ളായപ്പനോട് വളരെ സഹതാപപൂർവ്വം സഹാനുഭൂതിയോടെയാണ് പെരുമാറുന്നത്. പക്ഷെ നഗരത്തിലെത്തിയപ്പോൾ വെള്ളായപ്പനെ കളിയാക്കുകയാണ് ചെയ്തത്. ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണമാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ പ്രതികരണമല്ല കേട്ടോ. എൻ്റെ പ്രതികരണം ഞാൻ പറയാം, നിങ്ങൾ വേണമെങ്കിൽ അത് നിങ്ങളുടെ പ്രതികരണമാക്കി എഴുതിക്കോ. നമ്മുടെ ഇന്ന് ഈ പ്രതികരണം കൂടുതലാണ്. തൊട്ടതിനെയും പിടിച്ചതിനെയും ഒക്കെ അത് അനുഭവിക്കുന്ന ആളുടെ മനോഭാവം എന്താണെന്ന് അറിയാതെ അയാളെ ഒരു പരിഹാസ കഥാപാത്രമാക്കി പരിഹസിച്ച് ആനന്ദിക്കാനുള്ള ഒരു പ്രവണത നമ്മളിലൊക്കെ ഉണ്ട് അല്ലേ. നമ്മൾ ചിരിക്കണം, കളിക്കണം, ജീവിതം ആസ്വദിക്കണം ഒക്കെ വേണം. പക്ഷെ നമ്മുടെ ചിരി ഒരിക്കലും മറ്റൊരാളുടെ കണ്ണീരിനെ കരുവാക്കിയിട്ടാവരുത് കേട്ടോ. മറ്റൊരാളെ പരിഹസിച്ച് മറ്റൊരാളുടെ വേദനയെ ചുറ്റിപ്പറ്റി ആവരുത് നമ്മുടെ പരിഹാസം. അത്തരം പരിഹാസങ്ങൾ നമുക്ക് വേദനയുണ്ടാക്കും. അതുകൊണ്ട് ഇതിനോടുള്ള പ്രതികരണം എന്താണ്? ഇങ്ങനെ ആവാൻ പാടില്ല. നഗരത്തിൽ ഒരാൾ നമ്മളോട്, അതൊരു വൃദ്ധൻ വന്നിട്ട് ഒരു ജയിലിലേക്കുള്ള വഴി ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അതിന്. ജയിലിൽ അദ്ദേഹത്തിൻ്റെ ആരെങ്കിലും ഉണ്ടാവും. അപ്പൊ അതറിഞ്ഞിട്ട് ആ വേദനയെ ഉൾക്കൊണ്ട് പരന്റെ ദുഃഖം എന്താണെന്ന് അറിയണം അല്ലെ. മറ്റുള്ളവരുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് മനുഷ്യനാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ലാതെയാകും. അതുകൊണ്ട് ഈ നാഗരികമായ ഈ മനോഭാവത്തോടുള്ള പ്രതികരണം എന്താണ്? നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മാറണം, മറ്റുള്ളവരെ അറിയാൻ ശ്രമിക്കണം. അപ്പോഴേ നമ്മൾ മനുഷ്യരാകൂ. അല്ലാതെ ടെക്നോളജി വികസിച്ചത് കൊണ്ടോ ഗ്രാമം നഗരമാകുന്നത് കൊണ്ടോ നമ്മൾ പരിഷ്കൃതരാവില്ല എന്ന് വേണം പ്രതികരണം. ഓക്കെ, അടുത്തത്. അനുകരണം അഭിനന്ദനത്തിന്റെ ശരിയായ രൂപമാണെങ്കിൽ ഈ ചെറുകാവ്യത്തിന് ലഭിച്ചത്ര അഭിനന്ദനം കാളിദാസന്റെ വേറെയെന്നല്ല മറ്റൊരു കവിയുടെയും ഒരു രചനയ്ക്കും രചിച്ചിട്ടുണ്ടാവില്ല. മേഘസന്ദേശത്തെക്കുറിച്ച് NV കൃഷ്ണവാര്യർ പറഞ്ഞതാണ് കേട്ടോ. ഇതില് അടിവരയിട്ട പ്രയോഗം നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്താണെന്ന് ആണ്. അനുകരണം അഭിനന്ദനത്തിന്റെ ശരിയായ രൂപമാണെന്നാണ് അടിവരയിട്ടേക്കുന്നത് അല്ലെ. ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക. അതായത് കാളിദാസന്റെ മേഘസന്ദേശം എന്ന് പറഞ്ഞിട്ടൊരു കൃതിയുണ്ട്. ആ മേഘസന്ദേശത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് കണ്ടമാനം ആൾക്കാർ പലതരത്തിലുള്ള സന്ദേശങ്ങളും എഴുതിയിട്ടുണ്ട്. മേഘസന്ദേശം എന്ന് വെച്ചാൽ തടവിൽ കഴിയുന്ന ഒരാള് തൻ്റെ കാമുകിക്ക് ആകാശത്തു പോകുന്ന മേഘം വഴി ഒരു സന്ദേശം കൊടുത്തയക്കുകയാണ്. എനിക്ക് അവളെ കാണാണ്ട് വിഷമമുണ്ടെന്നൊക്കെ നീ അവളോട് ചെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് മേഘം വഴി ഒരു സന്ദേശം വിടുന്നതായിട്ട് ഒരു കൃതി കാളിദാസൻ എഴുതി. അത് തുടങ്ങിയിട്ട് അതേപോലെയുള്ള കൃതികളുടെ ഒരു പ്രവാഹമായിരുന്നു പിന്നീട്. എല്ലാ കാമുകന്മാരും സ്വന്തം കാമുകിക്ക് പ്രകൃതിയിൽ കാണുന്ന എല്ലാത്തിൻ്റെയും അടുത്ത് മെസ്സേജ് കൊടുത്തയക്കാൻ തുടങ്ങി. നിങ്ങൾ ആ സിനിമ പാട്ട് ഓർക്കുന്നുണ്ടോ? പഞ്ചവർണ്ണ പൈങ്കിളിപ്പെണ്ണെ ഇന്നെനിക്കൊരു ദൂത് പോകാമോ അല്ലേ? അതും ഇതിൻ്റെ അനുകരണമാണ്. അതായത് പ്രകൃതിയിലുള്ള വസ്തുക്കളുടെ കയ്യിൽ സ്വന്തം കാമുകിക്ക് സ്വന്തം മനസ്സിലുള്ള വികാരങ്ങൾ സന്ദേശമായിട്ട് കൊടുത്തയക്കുന്ന രീതിയിൽ എഴുതാൻ തുടങ്ങി ഇത്ര ആളുകൾ. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മളൊരു കാര്യത്തിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കത് ഇഷ്ടമായി എന്നാണ് അല്ലേ. കളിയാക്കാൻ വേണ്ടി ഇമിറ്റേറ്റ് ചെയ്യാം, അങ്ങനെയല്ല. ഇത് കളിയാക്കാനല്ല ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ളത്, സീരിയസ് ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ളതാ. അപ്പോൾ ഇമിറ്റേഷൻ എന്ന് വെച്ചാൽ, അനുകരണം എന്ന് വെച്ചാൽ എന്താ?
അത് അഭിനന്ദനത്തിന്റെ മറ്റൊരു രൂപമാണ് അല്ലെ? അവിടെയാണ് അടിയിൽ വരച്ചിരിക്കുന്നത് അല്ലേ? നമ്മൾ ആരെയെങ്കിലും അനുകരിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ അവരെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഓക്കെ, അതിൻ്റെ അർത്ഥതലങ്ങൾ കണ്ടെത്താനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അനുകരണം അഭിനന്ദനത്തിന്റെ ശരിയായ രൂപമാണ്. അതിൻ്റെ അടിയിലല്ലേ വരച്ചേക്കുന്നത്? നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ? ആരെങ്കിലും നമ്മൾ ആരെയെങ്കിലും അനുകരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ അവരെ മനസ്സുകൊണ്ട് അംഗീകരിച്ചു എന്നാണ്, അഭിനന്ദിക്കുന്നു എന്നാണ്. ആ ഗുണങ്ങളെയാണ് നമ്മൾ അനുകരിക്കുന്നത്. എന്ത് കാര്യം നമ്മൾ അനുകരിക്കുന്നുണ്ടെങ്കിലും അതിന് നമ്മൾ എന്തിനെയാണോ അനുകരിക്കുന്നത് അതിനെ അഭിനന്ദിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ടാണ് കാളിദാസന്റെ മേഘസന്ദേശത്തെ അനുകരിച്ചിട്ട് ഒരുപാട് പേര് അത്തരത്തിലുള്ള കൃതികൾ എഴുതിയത്. കോക സന്ദേശം, മൃഗസന്ദേശം, കാകസന്ദേശം, ഉണ്ണുനീലി സന്ദേശം, പല 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 സന്ദേശങ്ങൾ അങ്ങ് പിറക്കാൻ തുടങ്ങി. പിന്നീട് മലയാളത്തിൽ അങ്ങനെ ഒരുപാട് കൃതികൾ, മലയാളത്തിൽ എന്നല്ല ഇന്ത്യൻ ഭാഷയിൽ തന്നെ ധാരാളം കൃതികൾ ഉണ്ടായി. ഇന്നും നമ്മുടെ സിനിമാ പാട്ടിൽ ഇത്തരത്തിലുള്ള വരികളുണ്ട് സന്ദേശം കൊടുത്തയക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അനുകരണം അഭിനന്ദനത്തിന്റെ ഒരു രൂപം തന്നെയാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ എന്തിനെയെല്ലാം അനുകരിച്ചു, അല്ലെങ്കിൽ ചുറ്റും എന്തിനെയെല്ലാം ഇപ്പം അനുകരിക്കുന്നുണ്ട് ആളുകൾ, അതെല്ലാം ഒരു അഭിനന്ദനത്തിന്റെ രൂപമാണെന്ന് എഴുതിക്കൊള്ളുക. ഓക്കെ, അടുത്തത് സ്നേഹം പഞ്ചേന്ദ്രിയപരം മാത്രമായിരിക്കരുത്. ഭോഗത്തിലല്ല ത്യാഗത്തിലാണ് സ്നേഹത്തിന്റെ പൂർണ്ണതയെന്നും അദ്ദേഹം വിശ്വസിച്ചു. കാളിദാസൻ NV കൃഷ്ണവാര്യർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. വത്സ സൗമിത്ര കുമാരൻ നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെണ്ണുന്ന വാക്കുകൾ. ലക്ഷ്മണ സാന്ത്വനത്തിൽ ഞാൻ ചെല്ലാതിരുന്ന ഓരോ രാത്രിയും അമ്മ ഉറക്കമഴിച്ച് എൻ്റെ വരവും കാത്തിരുന്നു. അത് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനില്ല, എന്നാലും SLC ഉണ്ട്. അമ്മ മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ സൂചനകളും പാഠഭാഗത്തിൽ നിന്നുള്ള പ്രസക്തമായ ആശയങ്ങളും ഉൾപ്പെടുത്തി ത്യാഗവും സ്നേഹവും മലയാള സാഹിത്യ കൃതികളിൽ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അതായത് മക്കളെ, തുടങ്ങാം. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം സ്നേഹം എന്നത് പഞ്ചേന്ദ്രിയങ്ങളിൽ, അതായത് കണ്ണിലും മൂക്കിലും നാക്കിലും ത്വക്കിലും മാത്രമല്ല. അതായത് ഒരാളെ നമ്മൾ സ്നേഹിക്കുക എന്ന് വെച്ചാൽ ശാരീരികമായിട്ട് മാത്രമല്ല, അത് ഹൃദയം കൊണ്ടുള്ള ഒരു സംഗതിയാണ് എന്ന് കാളിദാസൻ വിശ്വസിച്ചു എന്നാണ് ഡോക്ടർ NV കൃഷ്ണവാര്യർ കാളിദാസനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അത്രയും കാലത്തെ ത്യാഗത്തിന് ശേഷവും ദുഷ്യന്തനും ശകുന്തളയും തമ്മിൽ ആ സ്നേഹം അങ്ങനെ നിലനിന്നത്. കേട്ടോ, ഭോഗം മാത്രമല്ല, സ്നേഹത്തിന്റെ ഒരു അളവുകോല് ത്യാഗമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തോരം സാക്രിഫൈസ് ചെയ്യുന്നു എന്നതിലാണ് സ്നേഹം ഇരിക്കുന്നത്. ഇനി അടുത്തത് എന്താ? വത്സ സൗമിത്ര കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെണ്ണുക വാക്കുകൾ. ലക്ഷ്മണനെ സമാധാനിപ്പിക്കാൻ രാമൻ പറയുന്ന വാക്കുകളാണ് അടുത്തത് അല്ലെ? ഞാൻ ചെല്ലാതിരുന്ന ഓരോ രാത്രിയും അമ്മ ഉറക്കമൊഴിച്ച് എന്നെ കാത്തിരിക്കുമായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനുള്ളത് അല്ലെങ്കിലും അതിന് സെന്റൻസിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഓരോ രാത്രിയും എന്നെ കാത്ത് അമ്മ ഇരിക്കുമായിരുന്നു. ഈ സൂചനകൾ വെച്ച് മലയാള സാഹിത്യത്തിൽ ത്യാഗവും സ്നേഹവും എന്ന വിഷയത്തെ സംബന്ധിച്ചൊരു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞേക്കണത്. പക്ഷേ ഞങ്ങളതിനങ്ങനെ കാര്യമായിട്ട് പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല മലയാള സാഹിത്യത്തിൽ ഇത് എന്തോരുണ്ടെന്ന് പറയാൻ അല്ലേ. അങ്ങനത്തെ ഉത്തരം നിങ്ങൾ നൽകണ്ട. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ 2 എണ്ണം വെച്ച് മാത്രം എഴുതിയാൽ മതി, പേടിക്കണ്ട കേട്ടാ. എപ്പോഴും ശ്രദ്ധിക്കുക, ചോദ്യം എങ്ങനെ വളച്ചൊടിച്ചു വന്നാലും മക്കളെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠങ്ങളുടെ ബേസിൽ മാത്രം അങ്ങോട്ട് എഴുതിയേക്കൂ. മാർക്ക് നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ശാകുന്തളം വെച്ചിട്ടും ലക്ഷ്മണ സാന്ത്വനം വെച്ചിട്ടും ഇതിൻ്റെ ഉത്തരം എഴുതിയാൽ മതി. സ്നേഹവും ത്യാഗവും അതിലെന്തോരുണ്ട് കേട്ടോ. ശാകുന്തളത്തിൽ സ്നേഹവും ത്യാഗവും എന്തോരുണ്ടെന്ന് നിങ്ങൾക്ക് കഥ എഴുതുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുപാട് കാലം വേർപിരിഞ്ഞിരുന്ന ശകുന്തളയും ദുഷ്യന്തനും അല്ലേ, എത്ര കാലം ദുഷ്യന്തനെ കാത്തിരുന്നു ശകുന്തള. അതൊക്കെ വെച്ച് ശാകുന്തളത്തിന്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞു തന്നല്ലോ. ആ കഥ മുഴുവനും നിങ്ങൾ അങ്ങോട്ട് എഴുതിക്കോളാം, ഒരു ഇൻട്രൊഡക്ഷനും കൊടുത്തിട്ട് മതിയെന്ന്. അത്രയൊക്കെ മതി. നിങ്ങൾ കുഞ്ഞു കുട്ടികളല്ലേ, നിങ്ങളിൽ നിന്ന് ഭയങ്കര സ്റ്റാൻഡേർഡുള്ള PhD പ്രബന്ധമൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ത്യയിലത്തെ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്ന കാളിദാസന്റെ ആണ് കൃതിയാണ് അഭിജ്ഞാന ശാകുന്തളം. അത് എല്ലാ സാഹിത്യ കൃതികൾക്കും മുമ്പിൽ ഗുണം കൊണ്ട് മികച്ചു നിൽക്കുന്നുണ്ട് എന്ന് എഴുതുക. ശകുന്തളയും ദുഷ്യന്തൻ്റെയും കഥയാണെന്ന് ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും ആ കഥയുണ്ടല്ലോ അതങ്ങ് എഴുതി വെച്ചേക്കുക. ശകുന്തളയുടെ സ്നേഹത്തിനെ അങ്ങ് പൊലിപ്പിച്ച് എഴുതിയേക്കുക കേട്ടോ. ശകുന്തള സഹിച്ച ത്യാഗമൊക്കെ അങ്ങോട്ട് എഴുതി വെച്ചേക്കുക. അടുത്തത് ലക്ഷ്മണ സാന്ത്വനം, അധ്യാത്മരാമായണത്തിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം ലക്ഷ്മണൻ വല്ലാണ്ട് കുപിതനാകുന്നു അല്ലേ, രാജ്യം പോവാൻ നേരത്ത്. ആ സമയത്ത് രാമൻ വന്നിട്ട്
ഈ ഇതിലൊന്നും ഒരു കഥയില്ല എന്നുള്ളത് അല്ലേ. രാജ്യം വെട്ടിപ്പിടിക്കാൻ നീ ഇത്ര വലിയ കഷ്ടപ്പെടേണ്ട കാര്യമില്ല, ഇതൊന്നും നിത്യമല്ല എന്ന് പറഞ്ഞിട്ട് രാമൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം ഉണ്ടല്ലോ, എല്ലാ സുഖങ്ങളും വെറുതെയാണ്, നമ്മൾ ത്യജിക്കണം, സ്നേഹം മാത്രമാണ് വലിയ കാര്യം, ക്രോധം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മണ സാന്ത്വനത്തിൽ എന്തൊക്കെ ഉപദേശം രാമന് കൊടുക്കണുണ്ടോ അത് മുഴുവനും നിങ്ങൾ അങ്ങോട്ട് എഴുതി വെച്ചേക്കുക, മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അടുത്തത്. നീയോ സുധീർ, നീ ഇവിടെ? മകനെ, ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. 2 വാക്കുകൾ മാത്രം. 2 വാക്കുകൾക്കിടയിൽ ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി. അപൂർവം അൻപേരും അന്യരോടു ബന്ധമാ ബന്ധങ്ങൾ അൻപെന്ന മഹിത സൗഭാഗ്യം. ഈ സൂചനകളുടെ കൂടി അടിസ്ഥാനത്തിൽ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത എന്ന വിഷയത്തിൽ എഡിറ്റോറിയൽ തയ്യാറാക്കുക. ശ്രദ്ധിക്കൂ കേട്ടോ. അതിൽ അവസാനത്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല, അത് സിലബസും കുറച്ച് ഒരു പാഠത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നേക്ക്, അതങ്ങ് വിട്ടേക്ക്. ആദ്യത്തെ 2 മാത്രം എടുക്കൂ. എന്താണ്? നീയോ സുധീർ, നീ ഇവിടെ ഇപ്പോൾ? മകനെ, ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. 2 വാക്കുകൾ മാത്രം. 2 വാക്കുകൾക്കിടയിൽ ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി. കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത, ഇതിൽ എഡിറ്റോറിയൽ തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. എഡിറ്റോറിയൽ എന്ന് വെച്ചാൽ മുഖപ്രസംഗമാണ് അല്ലേ. മുഖപ്രസംഗം എന്ന് വെച്ചാൽ പ്രഭാഷണത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഒരു പത്രാധിപര് ഒരു കാര്യത്തെക്കുറിച്ച് അയാളുടെ അഭിപ്രായം എഴുതുന്നതിനെയാണ് എഡിറ്റോറിയൽ എന്ന് പറയുക അല്ലേ. അതും പ്രസംഗവും തമ്മിലൊരു ബന്ധവുമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾ ആ മുമ്പ് കൊടുത്തേക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, മുമ്പ് കൊടുത്തേക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കടൽ തീരത്തിലൊക്കെ സന്ദർഭങ്ങളാണ് കൊടുത്തിട്ടുള്ളത്, മറ്റത് വിശ്വരൂപത്തിലൊക്കെ. അതായത് 2 പേർ തമ്മിലുള്ള സ്നേഹം അല്ലെ, കുടുംബ ബന്ധങ്ങളിലെ സ്നേഹം. അപ്പൊ കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളത എന്ന വിഷയത്തിൽ ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എഡിറ്റോറിയൽ എന്ന് വെച്ചാൽ നിങ്ങളൊരു പത്രത്തിന്റെ ഒരു 2ാമത്തെ 3ാമത്തെ ഒക്കെ പേജിലായിട്ട് ഈ സൈഡിലായിട്ട് കാണാം, ഒരെണ്ണെടുത്ത് വായിച്ചു നോക്കാം. 9ാം ക്ലാസ്സിലൊക്കെ എഴുതി പരിചയം ഉണ്ടാവും. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒരു ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് അവിടെ തന്നിട്ടുണ്ടല്ലോ, കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത, ഹെഡിങ് കൊടുത്തേക്കാം. എന്നിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതായത് കുടുംബ ബന്ധങ്ങൾ തമ്മിൽ അച്ഛൻ മകൻ സഹോദരങ്ങളെല്ലാം കുടുംബം പെടും അല്ലേ. ഇവിടെ മനുഷ്യർ തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സ്നേഹം, അത് എത്രമാത്രം, അതിന് നിങ്ങൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നതിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖം കൊടുക്കുക. 2ാമത്തെ പാരഗ്രാഫിൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ അത് ഉണ്ടോ? അത് കാര്യമായിട്ടില്ല അല്ലേ. അതെങ്ങനെയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു, ബന്ധങ്ങളിൽ എത്രമാത്രം കാപഢ്യം വരുന്നു, കൊലപാതകങ്ങൾ എങ്ങനെ നടക്കുന്നു അല്ലേ, എത്രമാത്രം ദുഷിച്ചു പോയിരിക്കുന്നു എന്നതിനെ കുറിച്ചൊരു പാരഗ്രാഫ് എഴുതുക. അതിനുശേഷം ഇതിനൊരു പരിഹാരം, എങ്ങനെ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്, ഇത് എങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നതിനൊരു പരിഹാരം എഴുതുക. 3 പാരഗ്രാഫ് നന്നായിട്ട് എഴുതിയാൽ എഡിറ്റോറിയലായി. ഓക്കെ. സത്യത്തിൽ എഡിറ്റോറിയലിന് മുമ്പ് പറഞ്ഞേക്കുന്ന വാക്യങ്ങളുമായിട്ട് വലിയ ബന്ധമില്ല. അതായത് അത് തന്നെ നിങ്ങൾ ഉദ്ധരിച്ച് എഴുതൊന്നും വേണ്ട. കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായ കോൺസെപ്റ്റിൽ എഴുതിയാൽ മതി. ബാക്കി വാക്യങ്ങൾ അവിടെ എടുക്കട്ടെ. ഓക്കെ. അടുത്തത്, കവിതയുടെ ആശയം, സമകാലിക പ്രസക്തി, മറ്റ് ആസ്വാദനാംശങ്ങൾ മുതലായവ പരിഗണിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. പുറമേ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അത് നിങ്ങൾ തനിയെ ചെയ്താൽ മതി. കാരണം നമ്മളത് ഇവിടെ എത്ര ചെയ്തിട്ടും കാര്യമില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അപ്പൊ അടുത്തത് കഴിഞ്ഞു, വീരാൻകുട്ടിയുടെയാണത്. ഇനി നമുക്ക് വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരാം. 4ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഒറ്റവാക്കിൽ ഉത്തരം. ഒരു കഷ്ണം അപ്പം ഒരു കോപ്പ പാലിലെടുത്ത് മുക്കുന്നതിന് ഒരാൾക്ക് മരം കൊണ്ടുള്ള മുള്ളും കയ്യിലും കൂടി ആവശ്യമില്ല. മെത്രാന്റെ സംഭാഷണത്തിലെ ആശയത്തിന് യോജിക്കുന്ന വാക്യം ഏത്? പരമാവധി ലാളിത്യം, പോഷക സമൃദ്ധമായ ഭക്ഷണം, ഭക്ഷണം കഴിക്കുന്നതിന് നല്ല പാത്രങ്ങൾ. ഏതാ? പരമാവധി ലാളിത്യം അല്ലേ. അതായത് വെള്ളി സാമാനങ്ങളൊക്കെ പോയപ്പോൾ സെർവൻറ്റ് വന്ന് പരാതി പറയുമ്പോഴാണ് ഇദ്ദേഹം ഇത് പറയണത്. നമുക്ക് മരം കൊണ്ടുള്ളത് പോലും ആവശ്യമില്ല, കൈ കൊണ്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പരമാവധി ലാളിത്യം സ്വീകരിക്കുക, അതാണ് അതിൻ്റെ ഉത്തരം. അടുത്തത്, എനിക്കതിന് വിശ്വാസമില്ല, ഇത് ആര്യപുത്രൻ തന്നെ ധരിച്ചാൽ മതി. ശകുന്തള ഇങ്ങനെ പറയാൻ കാരണം എന്താ? മുദ്രമോതിരത്തിനെ കുറിച്ചാ പറയണത്. ഏറ്റവും ലാസ്റ്റ് മുദ്രമോതിരം കൊണ്ട് കൊടുക്കില്ലേ ദുഷ്യന്തൻ, അപ്പൊ പറയുക എനിക്കിതിന് വിശ്വാസമില്ല, അത് അങ്ങ് തന്നെ ഇട്ടാൽ മതി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ആവശ്യ നേരത്തെ ഈ മുദ്രമോതിരം ഉപകരിച്ചിട്ടില്ല അല്ലേ. അതുകൊണ്ട് കേട്ടോ, ആവശ്യ നേരത്ത് ഉപകരിക്കാത്തത് കൊണ്ട്. അടുത്തത്, കൊടുത്തത് മാത്രമേ നേടാനൊക്കൂ അല്ലേ സുധീർ? ഈ വാക്കുകളിലെ ആശയത്തിന് യോജിക്കുന്ന പഴഞ്ചൊല്ല് ഏത്?
വിതച്ചതേ കൊയ്യൂ. കേട്ടോ, അതാണ് അതിന് യോജിക്കുന്ന പഴഞ്ചൊല്ല്. കാരണം നമ്മൾ എന്താണോ വിതയ്ക്കുന്നത്, മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കില്ല എന്ന് പറയും അല്ലേ? അതുപോലെ എന്തിന്റെ വിത്താണോ നമ്മൾ പാകുന്നത് അത് മാത്രമേ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്താണോ ഒരാൾക്ക് കൊടുത്തത് അതേ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് തിരിച്ചു കിട്ടുള്ളൂ. അടുത്തത്, ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. ഭാവശാലികൾ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? സ്നേഹമുള്ളവർ കേട്ടോ. സ്നേഹമുള്ളവർ ഒരു കാലത്ത് സെപ്പറേറ്റഡ് ആയിട്ട് പിന്നീട് ഒരു കൂടിച്ചേരുമ്പോഴാണ് ഇങ്ങനെ കരച്ചിലും പിടിച്ചിലൊക്കെ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അയാൾക്ക് പിന്നിൽ ഇരുമ്പഴിവാതിൽ അടഞ്ഞു. ഇരുമ്പഴിവാതിലിന്റെ വിഗ്രഹാർത്ഥം എന്താ? ഇരുമ്പിന്റെ വാതിൽ. ഇരുമ്പ് കൊണ്ടുള്ള വാതിൽ എന്നാണ് ശരിക്കും വേണ്ടത്. നിങ്ങൾക്കത് ഇരുമ്പിന്റെ എന്താ തന്നിരിക്കുന്നത്, അപ്പൊ ഇരുമ്പിന്റെ വാതിൽ മതി. ഓക്കെ, അടുത്തത്, പോലീസുകാർ പോയി. ഴാങ് വാൾ ഴാങ് മോഹാലസ്യപ്പെടാൻ പോകുന്ന ഒരാളെ പോലെ കാണപ്പെട്ടു. ഴാങ് വാൾ ഴാങ്ങിന്റെ ഭാവമാറ്റത്തിന് കാരണം എന്താകാം? ഈ നിരീക്ഷണങ്ങൾ കുറിക്കുക. പല തവണ പറഞ്ഞു തന്നു കഴിഞ്ഞു ഇല്ലേ? ഇത്രമേൽ കരുണ ഒരാൾ തന്നോട് കാണിച്ചത് കൊണ്ടാണെന്ന്. മേഡം തലത്ത് മരിച്ചുപോയി മോനെ. മേഡം തലത്തിന്റെ വാക്കുകളുടെ പൊരുൾ എന്താ? ഒരു കാലത്ത് സൊസൈറ്റി ലേഡിയായിരുന്നു, ഒരു കാലത്ത് പ്രൗഢ വനിതയായിരുന്ന അവരുടെ വ്യക്തിത്വം മുഴുവനും മാറിപ്പോയി എന്നാണ് അർത്ഥം. അല്ലാണ്ട് അവർ ഫിസിക്കലി മരിച്ചു പോയിട്ടില്ല അല്ലെ? അന്നത്തെ കാലത്ത് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന അവരുടെ വ്യക്തിത്വത്തിൽ നിന്നും ഇന്നും തികച്ചും മറ്റൊരു വ്യക്തിയായി ഞാൻ മാറിയിരിക്കുന്നു എന്ന സൂചനയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഡോക്ടർ തലത്തുണ്ടായിരുന്ന കാലത്ത് ഡോക്ടർ തലത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു സ്ത്രീ ആയിട്ടാണ് അവർ ജീവിച്ചിരുന്നത് അല്ലെ? വിരുന്ന് സൽക്കാരങ്ങളിലെല്ലാം പങ്കെടുത്ത മറ്റൊരു സ്ത്രീ. ഇന്നാവട്ടെ അവർ തനി ഭാരതീയ സ്ത്രീ ആയിട്ട് മാറി. അപ്പൊ അവരുടെ സ്വഭാവത്തിൽ ഉണ്ടായിട്ടുള്ള ആ പരിണാമമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇതാ ശകുന്തലാസ്യം നോക്കൂ. താപസിയുടെ ഈ പ്രഭാഷണം കഥയിലെ നാടകീയത വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ? കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ട്, കുട്ടിയുടെ ശ്രദ്ധ സിംഹക്കുട്ടിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മൺമയിലിനെ എടുത്തു കൊണ്ടുവന്ന് അതിനെ ഇങ്ങനെ ആട്ടിയിട്ട് ശകുന്തലാസ്യം നോക്കൂ എന്ന് വെച്ചാൽ, ശകുന്തം എന്ന് വെച്ചാൽ മയിൽ അല്ലേ, പക്ഷി. ഈ ശകുന്തത്തിന്റെ ആട്ടം നോക്കൂ. ലാസ്യം എന്നാൽ ആട്ടം, നൃത്തം. ഈ പക്ഷിയുടെ നൃത്തം നോക്കൂ എന്നാണ് താപസി മുനികുമാരനോട് പറയുന്നത്. പക്ഷേ ശകുന്തലാസ്യം എന്ന പേര് ആ വാക്ക് കേട്ടപ്പോൾ അമ്മയോട് വലിയ സ്നേഹമുണ്ടായിരുന്ന സർവദമനൻ ശകുന്തള എന്നാണ് മനസ്സിലാക്കിയത്. അമ്മ എവിടെ എന്ന് ചോദിച്ചു അല്ലെ? ശകുന്തള എന്ന വാക്ക് കേട്ടപ്പോൾ എൻ്റെ അമ്മ എവിടെ എന്ന് ചോദിച്ചു. അതിന് അമ്മ എവിടെയെന്ന് ഈ ചോദ്യം കേട്ടപ്പോഴാണ് ദുഷ്യന്തന് കുട്ടിയുടെ അമ്മയുടെ പേര് ശകുന്തളയാണെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ദുഷ്യന്തൻ ഇത് തൻ്റെ തന്നെ മകനെന്ന് ഒന്ന് ഉറപ്പുവരുത്തുന്നത്. അങ്ങനെയുള്ള ഒരു നാടകീയത ആ ഒരു വാക്കിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഓക്കെ, അടുത്തത്, അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക കേട്ടോ. പന്നിസന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യജീവിതം ക്ഷണഭങ്കുരം. ഈ വാക്കുകളുടെ ഭംഗി വർണ്ണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു അല്ലേ? ഒന്ന് ഇൻട്രൊഡക്ഷൻ എഴുതണം. അധ്യാത്മരാമായണത്തിലെ എന്ന് പറഞ്ഞിട്ട്, ചുട്ടുപഴുത്ത ലോഹത്തിന് മുകളിൽ വീഴുന്ന വെള്ളത്തുള്ളി പെട്ടെന്ന് ആവിയായി പോകും. ഇതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യന്റെ കാര്യവും അല്ലേ? എത്ര പെട്ടെന്നാണ് നമ്മുടെ ജീവിതം തീർന്നു പോവുക എന്ന് നമുക്കറിയില്ല. എന്നിട്ടും നമ്മൾ സുഖങ്ങളുടെ പിന്നാലെ പായുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ പാമ്പിനും തവളയുടെ ഒക്കെ ഉദാഹരണം ഉണ്ടല്ലോ, ഒരുപാട് ഉദാഹരണങ്ങൾ തരുന്നുണ്ടല്ലോ ലക്ഷ്മണ സാന്ത്വനത്തില്. ആ എല്ലാ ഉദാഹരണങ്ങളും ഒന്ന് എഴുതി വെച്ചോളുക. ഓക്കെ, അടുത്തത്, നിങ്ങളുടെ വരാൻ പോകുന്ന ഭാര്യയോട് പറയൂ, കുട്ടികളെ ബോർഡിങ്ങിൽ അയക്കരുത്. അമ്മ തന്നെ വളർത്തണം കുട്ടികളെ. മിസ്സിസ് താലത്തിന്റെ ഉപദേശത്തോട് പ്രതികരിച്ച് കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അമ്മമാർ തന്നെ വളർത്തിയെടുക്കണം കുട്ടികളെ എന്നാണ് മിസ്സിസ് താലത്ത് പറയുന്നത്. കാരണം അവർക്കതിന് കഴിഞ്ഞിട്ടില്ല. അവർ കുട്ടികളെ ബോർഡിങ്ങിലാക്കുക ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കണം ഈ വയസ്സുകാലത്ത് താൻ ഇവിടെ തനിച്ചായി പോയതും അല്ലേ? താൻ കൊടുത്തത് മാത്രമേ കിട്ടൂ. മക്കളെ ശരിയായ വിധത്തിൽ വളർത്താൻ പറ്റാത്തതിൻ്റെ ഒരു പശ്ചാത്താപം അവരുടെ മനസ്സിലുണ്ട്. അമ്മ തന്നെ വളർത്തിയാലേ മക്കൾ അമ്മയുടെ ഭാഗമാകുള്ളൂ, ആ ഒരു സ്നേഹം വയസ്സുകാലത്ത് തിരിച്ചു കിട്ടുള്ളൂ എന്നാണ് മിസ്സിസ് താലത്ത് പറയുന്നത്. നിങ്ങളുടെ പ്രതികരണക്കുറിപ്പ്. ഇന്ന് നമ്മുടെ ലോകം അല്ലേ, എന്താ പറയാ, ജീവിതത്തിന്റെ വേഗം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലമാണിന്ന്. സ്ത്രീകൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ കാലത്ത് നമുക്കിങ്ങനെ വാശി പിടിക്കാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. എന്നാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്താണ്? നമ്മുടെ ഡേ കെയറുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ബോർഡിങ്ങുകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് വൃദ്ധസദനങ്ങളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും. കൊടുത്തതേ കിട്ടൂ അല്ലേ? മക്കളെ ചേർത്ത് നിർത്തി വളർത്തിയാലേ മക്കൾക്ക് നമ്മളെ നോക്കാനായിട്ട് തോന്നും. അതൊരു സത്യമാണ്. അടുത്തത്, കഷ്ടകാലം അഖിലം കഴിഞ്ഞു ഹാ.
നളിനിയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ വെളിപ്പെടുത്തുന്നതിന് പ്രയോഗങ്ങൾ എത്രമാത്രം പര്യാപ്തമാണ്? അത് ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ എഴുതണം. നളിനി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ദിവാകരനെ കണ്ടെത്തിയതെന്ന് എഴുതണം കേട്ടോ. ഹിമാലയത്തിൽ പോയതും പിന്നാലെ പോയതും ആത്മഹത്യ ചെയ്യാൻ തിരിഞ്ഞതും ഒരു സന്യാസി രക്ഷിച്ചതും ഒരു ആശ്രമത്തിൽ ജീവിച്ചതും അപ്രതീക്ഷിതമായിട്ട് കണ്ടെത്തിയതൊക്കെ എഴുതണം. അത് കഴിഞ്ഞിട്ട് പറയണം, കഷ്ടകാലം അഖിലം കഴിഞ്ഞു എന്ന പ്രയോഗത്തിൽ, ഒറ്റ പ്രയോഗത്തിൽ ഇത്രയും കാലം നളിനി സഹിച്ച മാനസിക വ്യഥ, വിഷമം മുഴുവനുമുണ്ട് ഇല്ലേ? എൻ്റെ എല്ലാ കഷ്ടകാലവും കഴിഞ്ഞു. എന്താ? ഒന്ന് കണ്ടപ്പോൾ. ദിവാകരൻ വിവാഹം കഴിച്ച് കൂടെ നിർത്താന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ? ദിവാകരന് നളിനിനെ മനസ്സിലായിട്ട് പോലും ഇല്ല. എന്നിട്ടും താനൊന്ന് ദിവാകരനെ കണ്ടപ്പോഴേക്കും തൻ്റെ കഷ്ടകാലം എല്ലാം കഴിഞ്ഞു എന്ന് ഉള്ള പറയുന്ന വരികളിലൂടെ നളിനി അത്രയും കാലം ദിവാകരനെ ഒന്ന് കാണാൻ വേണ്ടി എത്രമാത്രം മോഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇല്ലേ? ആ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ആ പ്രയോഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത്, വായ് പൊളിക്കൂ സിംഹക്കുട്ടി, നിന്റെ പല്ല് ഞാൻ എണ്ണട്ടെ. എൻ്റെ അച്ഛൻ താനല്ല, ദുഷ്യന്തനാണ്. കുട്ടിത്തത്തിന്റെ എന്തെല്ലാം സവിശേഷതകളാണ് സർവ്വധമനിൽ കാണുന്നത്? നൽകിയ സന്ദർഭങ്ങളും പാഠഭാഗങ്ങളും വിശകലനം ചെയ്യുക. ആദ്യം, ചെറിയ കുട്ടിയാണ് അല്ലേ? ചെറിയ കുട്ടിയേക്ക് നമ്മൾ കാണുമ്പോൾ തന്നെ സർവ്വധമൻ എന്താ ചെയ്യുന്നത്? സിംഹക്കുട്ടിയുടെ പല്ല് എണ്ണി നോക്കുകയാണ്. കുട്ടിത്തമാണത്, പക്ഷെ അതേസമയം പേടിയില്ലാത്ത കുട്ടിത്തമാണ് അല്ലേ? അതൊന്നിനെയും പേടിക്കാത്ത, മുനികുമാരനായിട്ടാണ് വളരുന്നതെങ്കിലും ഉള്ളിലുള്ള വീര്യം ക്ഷത്രിയൻ്റെയാണ്. അത് മുഴുവനും എടുത്തു കാട്ടുന്ന ഒരു കുട്ടിയെയാണ് കാണിക്കുന്നത്. ഇനി കൂടെയുള്ള മുനികുമാരിമാർ കുട്ടീനെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ തള്ള ചാടി വീഴും അല്ലേ? കുട്ടിയെ ഉപദ്രവിച്ചാൽ എന്ന് പറയുമ്പോൾ അയ്യോ പിന്നെ ഞാൻ പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കുന്നുണ്ട്. അതായത് സർവ്വധമനിൽ പേടിയില്ല എന്നൊരു സവിശേഷതയാണ് കാണുന്നത്. പിന്നെ നിനക്ക് കളിക്കാൻ ഞാൻ വേറെ ഒന്നിനെ കൊണ്ടുതരാം എന്നൊരു താപസി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പൊ മറ്റാൾ പറയുന്നത് എന്താ? അങ്ങനെ വെറുതെ വാക്ക് കൊടുത്തിട്ട് മാത്രം ഇവനെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല, പോയി എടുത്തു കൊണ്ടുവരൂ വേറെ കളിപ്പാട്ടം. അപ്പൊ വെറുതെ വാക്കുകൊണ്ട് മാത്രം മയങ്ങുന്ന ഒരു കുട്ടിയല്ല, അവന് സാധനം കയ്യിൽ കിട്ടണം അല്ലെ? ഇനി വേറെ ഒരു മയിലിനെ എടുക്കാൻ പോയപ്പോൾ, കളിപ്പാട്ടം എടുക്കാൻ പോയപ്പോൾ, അതുവരെ ഞാൻ ഇതിനെ കൊണ്ട് തന്നെ കളിക്കും എന്നുള്ള ശാഠ്യം പിടിച്ചിട്ട് വീണ്ടും സിംഹക്കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരു കുസൃതി കുടുക്കനെ നമുക്ക് കാണാൻ പറ്റും അല്ലേ? അതിനുശേഷം മൺമയിലിനെ എടുത്തു കൊണ്ടുവന്നിട്ട് ഇതാ ഈ ശകുന്തത്തിന്റെ ലാസ്യം നോക്കൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോൾ, ശകുന്തലാസ്യം എന്നതിലെ ശകുന്തല എന്നുള്ള ഒരു വാക്ക് കേട്ടപ്പോൾ ശകുന്തള എന്ന് ഓർത്തിട്ട് എൻ്റെ അമ്മ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മയോടുള്ള സ്നേഹം അല്ലെ? ആ കുട്ടിത്തവും അവിടെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം കുട്ടിയുടെ കയ്യിലെ രക്ഷ അഴിഞ്ഞുപോയി അല്ലെ? രക്ഷ അഴിഞ്ഞു പോയപ്പോൾ ദുഷ്യന്തൻ അതെടുത്ത്, ദുഷ്യന്തന് മനസ്സിലായി ഈ രക്ഷ തന്നെ തിരിഞ്ഞു കടിക്കാത്തത് കൊണ്ട് തൻ്റെ മകനാണെന്ന്. വരൂ മകനെ എന്ന് വിളിക്കുമ്പോൾ ഉടനെ കുട്ടി മറുപടി കൊടുക്കുകയാണ്. എന്താ? എൻ്റെ അച്ഛൻ താനല്ല, ദുഷ്യന്തനാണ്. ഇങ്ങനെ പറയാനുള്ള ആ ഒരു ആർജവമുണ്ടല്ലോ, രാജാവാണെന്നൊക്കെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ട് പോലും അതൊക്കെ പുല്ലാണ് അല്ലേ? അങ്ങനെ പറയാനുള്ള ആർജവം മുനികുമാരനിലല്ല അത് കാണുക, ഒരു ക്ഷത്രിയ കുമാരനിലാണ് കേട്ടോ. അത് കുട്ടിത്തത്തിന്റെ സവിശേഷതകളും അതേസമയം ഒരു ക്ഷത്രിയനായ കുട്ടിയുടെ സവിശേഷതകളാണ് കൂടുതൽ തെളിഞ്ഞു കാണുന്നത്. ഓക്കെ, അടുത്തത്, മാഡം മാംഗ്ലോർ, ഞാൻ ആ വെള്ളി സാമാനം വളരെ കാലം സൂക്ഷിച്ചു പോകുന്നത് ശരിയായില്ല. ഇത് പാവങ്ങളുടേതാണ്. പാവങ്ങളിലെ മെത്രാന്റെ ഈ കാഴ്ചപ്പാട് നമുക്ക് നൽകുന്ന ജീവിത പാഠങ്ങൾ എന്തില്ല? അത് നല്ല ചോദ്യമാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, വെള്ളി സാമാനം കട്ടുകൊണ്ടുപോയി അല്ലേ ഴാങ്. അതിനെക്കുറിച്ച് വളരെയധികം ഉത്കണ്ഠയായിരുന്നു മെത്രാന്റെ വേലക്കാരികൾ അല്ലെ, ആ സ്ത്രീകൾ. അവരത് സൂചിപ്പിച്ചപ്പോൾ മെത്രാൻ തിരിച്ചു നൽകുന്ന മറുപടി എന്താ? ആ വെള്ളി സാമാനങ്ങൾ, അയാൾ മോഷ്ടിച്ചു കൊണ്ടുപോയ ആ വെള്ളി സാമാനങ്ങൾ സത്യത്തിൽ ഇത് നമ്മുടെയാണോ? അത് പാവങ്ങളുടെ അല്ലേ? അത് കൊണ്ടുപോയ ആള്, മോഷ്ടിച്ചു കൊണ്ടുപോയ ആളാരാ? കാഴ്ചയിൽ തന്നെ ഒരു പാവമല്ലേന്ന്. ഈ കാഴ്ചപ്പാടുണ്ടല്ലോ മെത്രാന്റെ, ഈ കാഴ്ചപ്പാട് ഇത് വളരെ മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ്. കാരണം നമ്മൾ എന്ത് സാധനം സൂക്ഷിച്ചു വെക്കുമ്പോഴും വിലപിടിപ്പുള്ള എന്തും നമ്മൾ കൂട്ടി നമ്മുടെ എന്ന് പറഞ്ഞ് സ്വാർത്ഥപരമായിട്ട് നമ്മളത് എടുത്തു വെക്കുമ്പോൾ അതിലെല്ലാം പ്രതിഫലിച്ച് കാണുന്നത് നമ്മുടെ ഒരു സ്വാർത്ഥതയാണ് അല്ലേ? മറ്റുള്ളവർക്ക് കൊടുക്കാതെ എല്ലാം നമുക്ക് തന്നെ വേണം എന്ന് കരുതുന്ന നമ്മുടെ ഒരു സ്വാർത്ഥതയാണ് അതിൽ കാണുന്നത്. ആ സ്വാർത്ഥതയെ കംപ്ലീറ്റ് ഉടച്ചു കളയാണ് മെത്രാൻ ഇവിടെ. വാസ്തവത്തിൽ ഇതെല്ലാം പാവങ്ങളുടേതാണ്. ഇതൊക്കെ കിട്ടാൻ അർഹതയുള്ള കുറച്ച് പേര്, പാവങ്ങൾ, ഇതൊന്നും ഇല്ലാത്തവർ ഇവിടെ ഉണ്ട്, അവരുടേതാണ്.
അവരുടേതായിരിക്കുന്ന ഒരു സാധനം, പ്രത്യേകിച്ച് ഇദ്ദേഹം വൈദികനും കൂടിയാണ് അല്ലെ, മെത്രാൻ എന്നൊക്കെ പറയുമ്പോൾ ഈശ്വരന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ട ഒരാളാണ്, സന്യാസിയാണ്. അവര് ഇത്തരം കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് ശരിയല്ല. ഇത്രയും കാലം ഞാനത് സൂക്ഷിച്ച്, വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കരുതായിരുന്നു എന്നതാണ്. ഇത് നമ്മൾ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചും സന്യാസിമാരെ സംബന്ധിച്ചും എല്ലാം വളരെ അർത്ഥവത്താണ്. കാരണം എന്ത് സാധനവും വില പിടിച്ചത് മറ്റുള്ളവർക്ക് കൊടുക്കാതെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് വളരെ സ്വാർത്ഥമായ ഒരു മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് അർഹതപ്പെട്ടവർക്ക് അല്ലെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ മനുഷ്യർ കഷ്ടപ്പെടുമ്പോൾ ഒരു സന്യാസിയായി ഞാൻ വെള്ളി കൊണ്ടുള്ള മെഴുകുതിരിക്കാലുകൾ സൂക്ഷിച്ചു വെച്ചു, അത് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് വലിയൊരു തിരിച്ചറിവാണ് കൊടുക്കുന്നത് അല്ലെ. കാരണം ഭക്ഷണമാണ് മനുഷ്യന്റെ പ്രാഥമികമായ ആവശ്യം. അതില്ലാതെ കഷ്ടപ്പെടുന്നവരുള്ള ഇക്കാലത്ത് വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടുമൊക്കെയുള്ള ആഭരണങ്ങളും സാധനങ്ങളും ഒരു സന്യാസിയായി ഞാൻ സൂക്ഷിച്ചു വെക്കുക എന്നത് ചെയ്യാൻ പാടില്ലായിരുന്നു, വളരെ മുമ്പേ കൊടുത്തു വീട്ടേണ്ടതായിരുന്നു എന്ന സൂചനയാണ് ഇവിടെ ഉള്ളത്. അത് നന്മയുടെ ഒരു കിരണമാണ് ആ ചിന്ത. ഓക്കെ, അടുത്തത് ഋതുയോഗം എന്ന ശീർഷകം പാഠഭാഗത്തിന് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം പറയുക. തീർച്ചയായും യോജിക്കുന്നുണ്ട്. ഋതു എന്ന് വെച്ചാൽ എന്താ അർത്ഥം മക്കളെ? വസന്തം എന്നാണ് അർത്ഥം. ഋതുയോഗം എന്ന് വെച്ചാൽ ഒരു ഋതുവിന്റെ യോഗം, വസന്തവുമായി യോജിക്കുന്നു, അല്ലെങ്കിൽ വസന്തം വന്നു എന്നാണ് അർത്ഥം. ഇവിടെ ശകുന്തളയുടെ ജീവിതത്തെ ഒരു ചെടിയായിട്ട് നമുക്ക് കാണുകയാണെങ്കിൽ ശകുന്തളയുടെ ജീവിതത്തിലേക്ക് ദുഷ്യന്തനാകുന്ന ഭർത്താവാകുന്ന വസന്തം വന്നു ചേരുന്ന സന്ദർഭമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. എത്രമാത്രം ദുഷ്യന്തനെ പിരിഞ്ഞിരിക്കുമ്പോൾ ശകുന്തള എത്രമാത്രം ദുഃഖിതയായിരുന്നു എന്നൊരു വർണ്ണനയുണ്ട് നിങ്ങളുടെ പാഠഭാഗത്ത് അല്ലേ. മുഷിഞ്ഞ ദേഹം, വാടിയ മുഖം, മെലിഞ്ഞ ശരീരം, അഴിഞ്ഞു കിടക്കുന്ന മുടി, ഇങ്ങനെ വളരെ ദുഃഖിതയായിട്ട് കാണപ്പെട്ട ഒരു വാടിക്കരിഞ്ഞ ലത പോലെ, വള്ളി പോലെ, ചെടി പോലെ കാണപ്പെട്ട ശകുന്തളയുടെ ജീവിതത്തിലേക്ക് ദുഷ്യന്തൻ വന്നു ചേരുകയും ശകുന്തളയെ മോതിരമണിയിക്കുകയും ചെയ്യുകയാണ് അല്ലെ. നിങ്ങൾക്ക് ഋതുസമാഗമത്തിന്റെ സൂചനയായിട്ട് ഈ മോതിരമണിയിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ വളരെ കറക്റ്റ് ആയിട്ടുണ്ട് ആ ഹെഡിങ്. അടുത്തത് ഒരു പുറത്തിൽ കവിയാതെ. അപരിചിതരുടെ സംഭാഷണം കൊലക്കയറിനെ പോലെ കഴുത്തിൽ ചുറ്റിമുറുകി. യജമാനന്മാരെ, കയ്യിൽ പണമില്ല. നൽകിയ സൂചനകളും മറ്റ് സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് വെള്ളായപ്പൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. വെള്ളായപ്പന്റെ കഥാപാത്ര നിരൂപണം വളരെ ഈസിയാണ്. ആദ്യം നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം കേട്ടോ. OV വിജയന്റെ കടൽ തീരത്ത് എന്ന കഥയിലെ കഥാപാത്രമാണ് വെള്ളായപ്പൻ. കടൽ തീരത്ത് എങ്ങനത്തെ കഥയായിരുന്നു? ഒരു കഥ എന്നതിന് ഉപരിയായിട്ട് കവിതയുടെ ഭാഷ തുളുമ്പി നിൽക്കുന്ന ഒരു കഥയാണ് കടൽ തീരത്ത്. അതിലെ ദുഃഖം നിറഞ്ഞ ഒരു കഥാപാത്രമാണ് വെള്ളായപ്പൻ. സ്വന്തം മകൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതൊക്കെ അറിഞ്ഞ് കണ്ണൂരിലുള്ള ജയിലിലേക്ക് കാണാൻ വേണ്ടി പോവുകയാണ്. ഇദ്ദേഹം ഒരു പ്രത്യേകതരം കഥാപാത്രമാണ്. കാരണം ഇദ്ദേഹം നെഞ്ഞത്തടിച്ച് കരയുകയോ വലിയ വായിൽ നിലവിളിക്കുകയോ ചെയ്യുന്നില്ല. എല്ലാ ദുഃഖവും സ്വന്തം ഉള്ളിൽ ഒതുക്കിയാണ് യാത്രയാകുന്നത് അല്ലെ. വഴിയിൽ വെച്ച് കരിമ്പനകളിൽ കാറ്റ് പിടിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ കരിമ്പനകളിൽ നിന്ന് കാരണവന്മാർ തന്നോട് സംസാരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നുണ്ട് അല്ലേ. അതായത് പ്രകൃതിയുമായിട്ട് ഗൂഢമായിട്ടുള്ള ഒരു ആശയവിനിമയം, അത് ഉള്ളൊരു വ്യക്തിയായിരുന്നു, പ്രകൃതിയുമായിട്ട് ബന്ധമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം വഴിയിൽ കാണുന്നത് ആര്യ നീലിനെയും കുട്ടിസൻ മരക്കാരെയും. രണ്ടുപേരോടും സ്വന്തം ദുഃഖം പറഞ്ഞ് നിലവിളിക്കുന്നൊന്നുമില്ല, അവരുടെ പേരൊന്ന് വിളിക്കുന്നേ ഉള്ളൂ അല്ലേ. മറ്റൊരു ദുഃഖവും കാര്യമായിട്ട് പ്രകടിപ്പിക്കുന്നില്ല, എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. പുഴ മുറിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ സ്വന്തം അച്ഛൻ്റെ മൃതദേഹം കുളിപ്പിച്ചതും സ്വന്തം മകനെ കുഞ്ഞിലെ കുളിപ്പിച്ചതും ഓർക്കുന്നു. അച്ഛനും മകനും തനിക്ക് നഷ്ടമാകാൻ പോകുന്നു, നടുവിൽ താൻ മാത്രം ബാക്കിയാകുന്നു എന്ന നിശബ്ദ സത്യം അല്ലെ, ദുഃഖ സത്യം നിശബ്ദമായി ഓർക്കുന്നു. അവിടെ വെച്ച് പോലും പൊട്ടിക്കരയുന്നില്ല. ഉള്ളിലേക്കാണ് വെള്ളായപ്പന്റെ കരച്ചിലുകൾ മുഴുവനും. റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ അപരിചിതർ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ഒരു കൊലക്കയറിനെ പോലെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുന്നതായിട്ട് ഇദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. അപ്പോഴും അവരോട് മറുത്തൊന്നും പറയുന്നില്ല, എല്ലാം നിശബ്ദമായിട്ട് സഹിക്കുകയാണ്. കണ്ണൂരിലെത്തുമ്പോൾ ജയിലിലേക്കുള്ള വഴി ചോദിക്കുമ്പോൾ ആളുകൾ പരിഹസിക്കുന്നുണ്ട് അല്ലേ. വല്ലതും കട്ടെടുത്താൽ മതി, അവരോട് പോലും പറയുന്നില്ല ഞാനിങ്ങനെ ഒരു ദുഃഖത്തിലാണ്, എന്നെ പരിഹസിക്കല്ലേ, ഒന്നും പറയുന്നില്ല. നിശബ്ദമായൊരു സഹനം. ജയിലിലെത്തി. പാറാവുകാരൻ ചോദിച്ചു എന്തിനാ ഇത്ര നേരത്തെ വന്നേ, ഒരു ഉത്തരവും പറയുന്നില്ല. പിന്നീട് പാറാവുകാരൻ അത് സ്വയം മനസ്സിലാക്കിയിട്ടാണ് കനിവ് കാണിക്കുന്നത്. കണ്ടുണ്ണിയെ കണ്ടപ്പോൾ കണ്ടുണ്ണിയും ഇദ്ദേഹവും തമ്മിലുള്ള സംഭാഷണം വലിയൊരു വഴിത്തിരിവാണ്. എന്താണ് കണ്ടുണ്ണിയോട് ചോദിക്കുന്നത്? മകനെ നീ എന്തു ചെയ്തു, നീ കൊലപാതകം ചെയ്തുവോ എന്ന് മാത്രമാണ്.
എനിക്കൊന്നും ഓർമ്മയില്ല അപ്പ എന്ന് പറയുമ്പോൾ ഇനി നീ ഒന്നും ഓർക്കേണ്ടതില്ല. ഇത്ര മാത്രം പറഞ്ഞ് വളരെ നിശബ്ദനായിട്ട് അല്ലെ, നമ്മുടെയൊക്കെ കേൾവിക്ക് അപ്പുറമുള്ള ഒരു സ്ഥായിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുമുള്ള നിലവിളി. വെള്ളായ്യപ്പൻ എന്ന കഥാപാത്രം അനുഭവിക്കുന്ന ദുഃഖം അത് നമ്മളിലേക്ക് അങ്ങ് എത്തും അല്ലെ. ഒരു വാക്ക് പോലും വെള്ളായ്യപ്പൻ അതിനെക്കുറിച്ച് പറഞ്ഞ് നിലവിളിക്കാതെ തന്നെ. അത്തരമൊരു കഥാപാത്രമാണ്. ഇനി മകനെ കൊന്നതിന് ശേഷം അല്ലെ, വധശിക്ഷയ്ക്ക് വിധേയനായ മകന്റെ മൃതദേഹം കിട്ടുമ്പോൾ ഒരു പേറ്റിച്ചിയെ പോലെ ഏറ്റുവാങ്ങുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ശവസംസ്കാരം ചെയ്യാൻ കയ്യിൽ പൈസ ഇല്ലാത്തൊരു പാവമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ആചാരങ്ങളൊന്നും ചെയ്യാതെ തോട്ടികളുടെ സഹായത്തോടെ കടൽ തീരത്ത് കൊണ്ട് കുഴിച്ചിട്ട് കോടച്ചി പൊതിച്ചോറ് കെട്ടി കൊടുത്തയക്കുന്നുണ്ട്. ആ പൊതിച്ചോറ് യാത്രയിലുടനീളം ഒന്ന് കഴിക്കുന്ന പോലെ ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല. കാരണം മകൻ മരിക്കാൻ പോവാണ്, ചോറ് ഇറങ്ങില്ല അല്ലെ. കടൽ തീരത്ത് കൊണ്ട് കുഴിച്ചിട്ടതിന് ശേഷം അത് ബലിച്ചോറായിട്ട് അവിടെ സമർപ്പിക്കുന്ന വെള്ളായ്യപ്പൻ നമ്മുടെ മനസ്സിലെ ഒരു നൊമ്പരമാണ് അല്ലെ. ഒരു ദുഃഖവും ഉച്ചത്തിൽ പറഞ്ഞ് കരയാതെ എല്ലാം മനസ്സിലേക്ക് ഒതുക്കുന്ന നിശബ്ദമായ നിശബ്ദ വേദനയുടെ പ്രതീകമാണ്. അടുത്തത്, ആകയാൽ മോക്ഷാർത്ഥിയാകയാൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും ക്രോധം പരിത്യജിക്കേണം ബുധജനം. എക്കാലത്തും പ്രസക്തമായ ജീവിത പാഠങ്ങളാണ് നൽകുന്നത്. മക്കളെ, ഇതിന്റെ ഉത്തരം നമ്മൾ പറഞ്ഞതാണല്ലോ അല്ലെ. ക്രോധത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്നും വിദ്യാഭ്യാസം, വിദ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ശരീരമല്ല ആത്മാവാണ് എന്നുള്ളതാണെന്നും പറഞ്ഞു. അപ്പോൾ ഷോർട്ട് ആൻസർ ആയിട്ട് ഞാൻ രണ്ടും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞു തന്നു. അത് രണ്ടും കൂട്ടിച്ചേർത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലഘു ഉപന്യാസമായി ഇൻട്രൊഡക്ഷനും പറഞ്ഞു തന്നിരുന്നു ഇല്ലേ. ഓക്കെ, ഇനി അടുത്തത് വരാൻ പോകുന്നത് പുറമേ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. തനിയെ വായിച്ച് ചെയ്യേണ്ടതാണ്. ഇവിടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട മിക്ക ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരിക്കലും ഇൻട്രൊഡക്ഷൻ മറക്കരുത്. പിന്നെ ഒരു പ്രാവശ്യമെങ്കിലും സ്വയം തനിയെ ഇരുന്ന് ഒന്ന് എഴുതി നോക്കണം. സമയം തികയോന്ന് നോക്കണം. ചെറിയ ക്വസ്റ്റ്യൻസിന് കുറച്ച് സമയം എടുക്കാൻ പാടുള്ളൂ. പാരഗ്രാഫ് തിരിച്ച് തന്നെ എഴുതണം. ഇത്തരം കാര്യങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക. ഇൻട്രൊഡക്ഷനാണ് ഏറ്റവും പ്രധാനം. ഓക്കെ മക്കളെ, നന്നായിട്ട് വീഡിയോ കാണുക, നന്നായിട്ട് എഴുതുക. ഒരു തവണയെങ്കിലും എഴുതി നോക്കുക, മാർക്ക് കിട്ടും. ഓക്കെ.